പാനായിക്കുളം കേസിൻ്റെ സുപ്രീം കോടതിയിൽ നിന്നുള്ള വിധി വന്നതിന് ശേഷമുള്ള ഒരൊത്തുചേരലിലാണ് നമ്മളുള്ളത്. 2006 മുതൽ 2023 വരെ 17 വർഷങ്ങൾ നീണ്ടുനിന്ന നിയമ പോരാട്ടങ്ങളുടെ പോലീസ് വേട്ടയുടെ അനുഭവങ്ങളാണ് യഥാർത്ഥത്തിൽ പാനായിക്കുളം കേസെന്ന് പറയുന്നത്. വ്യക്തിപരമായ ഒരാളുടെ അനുഭവം എന്നതിനേക്കാൾ ഇതിൽ പങ്കാളികളായ കുറേ ആളുകളും അവരുടെ കുടുംബങ്ങളും അവരുടെ സുഹൃത്തുക്കളും ഒരുപോലെ ഫേസ് ചെയ്ത് അഭിമുഖീകരിച്ച ഒരു പ്രശ്നമായിരുന്നു പാനായിക്കുളം കേസ് എന്ന് പറയുന്നത്. ആ കേസിനെ സംബന്ധിച്ചുള്ള ഏതാണ്ട് ധാരണകളൊക്കെ ഉള്ള ആളുകളാണ് എൻ്റെ സദസ്സിലുള്ളതെങ്കിലും അല്പം വിശദമായി തന്നെ ആ വിവരങ്ങൾ പറയണമെന്ന് എന്നോട് പറഞ്ഞതുകൊണ്ട് പാനായിക്കുളം കേസിൻ്റെ 1-ാം ദിവസം മുതൽ തന്നെ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2006 ഓഗസ്റ്റ് 15-നാണ് പാനായിക്കുളത്ത് അവിടെയുള്ളൊരു പ്രാദേശിക വേദി, ഇസ്ലാമിക് സ്റ്റുഡൻറ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു വേദി, സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു ചർച്ച സംഘടിപ്പിക്കുന്നത്. തികച്ചും പബ്ലിക്കായി നടത്തപ്പെട്ട ഒരു പരിപാടിയായിരുന്നു എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഒരു ഹൈവേയോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ് പാനായിക്കുളം എന്ന് പറയുന്നത്. എറണാകുളം പറവൂർ ഹൈവേയിലാണ് ഈ സ്ഥലമുള്ളത്. അവിടെ ഹാപ്പി ഓഡിറ്റോറിയം എന്ന് പറയുന്ന ഒരു ഹാളിലാണ് പരിപാടി നടന്നത്. ഈ ഹാപ്പി ഓഡിറ്റോറിയം 7-8 ഷട്ടറുകളുള്ള കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരു ബിൽഡിങ്ങിലാണ് ഈ ഓഡിറ്റോറിയം ഉള്ളത്. ഈ ഓഡിറ്റോറിയത്തിൻ്റെ എതിർവശത്ത് ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. പൊതുവിൽ തിരക്കുള്ള ഒരു സ്ഥലത്താണ് പോലീസ് പറയുന്ന ഈ രഹസ്യ യോഗം നടക്കുന്നത്. ഈ ഓഡിറ്റോറിയത്തിൻ്റെ മുൻഭാഗത്ത് തന്നെ ഈ പരിപാടി എന്താണെന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ നാട്ടിലുള്ള ആളുകളെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ രാവിലെ 10 മണിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരിപാടി ആരംഭിക്കുന്നു. ഏതാണ്ട് 10:30 മണിയോടുകൂടി മഫ്തിയിൽ 2 പോലീസുകാർ പരിപാടി സ്ഥലത്തേക്ക് എത്തുന്നു. ഒരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്, ചില വിവരങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുകയും ആ നാട്ടുകാരനായ ഈ പരിപാടിയുടെ സംഘാടകരിൽ പ്രധാനിയായിരുന്ന നിസാമുദ്ദീൻ പോലീസാണ് എന്ന് സദസ്സിലിരിക്കുന്നവർക്കോ അവിടെയുള്ളവർക്കൊന്നും മനസ്സിലായില്ല. വിവരം സംസാരിക്കാൻ നിസാമുദ്ദീൻ പോവുകയും സംസാരിക്കുകയും അവർ കാര്യങ്ങൾ വ്യക്തത വന്നു എന്ന് പറയുകയും അതിൽ പ്രസംഗിക്കാൻ ക്ലാസ് എടുക്കാൻ എത്തിയിരുന്ന എൻ്റെ കയ്യിലുള്ള നോട്ടുകളൊക്കെ പരിശോധിക്കുകയും നിങ്ങൾ പരിപാടി തുടർന്നോളാൻ പോലീസ് പറയുകയൊക്കെ ചെയ്തു. ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോഴാണ് പോലീസ് പറയുന്നത്, നിങ്ങൾ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് പറയുന്നത്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, കൊണ്ടുപോയാൽ ഉടൻ തന്നെ വിട്ടയക്കാം, ചില വിവരങ്ങൾ അവിടെ അറിഞ്ഞിട്ട് വിട്ടയക്കാൻ വേണ്ടിയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പോലീസ് പറയുകയും ചെയ്തു. ആ പോലീസ് പറഞ്ഞത്, അന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ അവിടെ വന്നത്, അല്ലെങ്കിൽ ഈ വിവരം അന്വേഷിച്ചറിയാൻ വന്നത് ബിനാനിപുരം പോലീസ് സ്റ്റേഷനിലെ ASI ആയ ആൻ്റണി സാറും 2 പോലീസുകാരുമായിരുന്നു. അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പോകുമ്പോൾ ഒരു സന്നാഹമായിട്ടല്ല പോലീസ് അവിടെ വരുന്നത്. അവിടെ ഉണ്ടായിരുന്ന 18 പേരെ പോലീസ് പല ഘട്ടങ്ങളിലായി ഈ വണ്ടി പലവട്ടം പോയി വന്നാണ് കൊണ്ടുപോകുന്നത്. ഒരു പോലീസ് നീക്കത്തിനുള്ള യാതൊരു സാധ്യതയും പോലീസ് അവിടെ ജനിപ്പിക്കുകയോ പരിസരത്തുള്ള മനുഷ്യന്മാരൊന്നും ഇത് അറിയുകയോ ചെയ്തിരുന്നില്ല.
അത്രയും സിമ്പിളായിട്ടാണ് പോലീസ് അത് കൈകാര്യം ചെയ്തത്. ഏതായാലും ഞങ്ങളെ ഒരു ഏതാണ്ട് അരമണിക്കൂർ എടുത്ത് ഈ ആളുകൾ മുഴുവൻ സ്റ്റേഷനിലേക്ക് എത്തിച്ചു. ഒരു ഉച്ച കഴിയുന്നത് വരെ അവിടെ പ്രത്യേകിച്ച് സംഭവവികാസങ്ങളൊന്നും ഉണ്ടായില്ല. പോലീസ് ഞങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ല. ഞങ്ങളവിടെ സ്വസ്ഥമായിട്ട് നിൽക്കുന്നു. പോലീസുകാരുടെ നടപടിക്രമങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. ഉച്ചയ്ക്ക് ശേഷം അവിടെ സ്പെഷ്യൽ ബ്രാഞ്ചുകാർ വരുന്നു, IB-ക്കാർ വരുന്നു. അങ്ങനെ കുറേ നേരം പോയതിന് ശേഷമാണ് ഏതാണ്ടൊരു 4 മണിയൊക്കെ കഴിഞ്ഞ നേരത്താണ് BJP പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാരറിയാത്ത ഒരു സംഭവം BJP പ്രവർത്തകർ പ്രകടനം നടത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസിൽ നിന്ന് പുറത്തു വരാൻ പോയി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സംഗതി. BJP പ്രവർത്തകർ പ്രകടനം നടത്തുന്നു. കൈരളി TV-യും ഏഷ്യാനെറ്റും അവിടെ വരുന്നു. പിന്നെ രംഗം മാറുന്നതിൻ്റെ, അതുവരെയുള്ളൊരു സിറ്റുവേഷൻ മാറുന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞങ്ങളത് മനസ്സിലാക്കിയത്. ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ നേരത്ത് പോലീസ് നമ്മളോട് പറഞ്ഞു, നിങ്ങളെ ആലുവ DYSP ഓഫീസിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനാണ് നിർദ്ദേശം. മുതിർന്ന ഓഫീസർമാർക്ക് ബിനാനിപുരത്തേക്ക് എത്താനുള്ള ബുദ്ധിമുട്ട് കാരണം നിങ്ങളെ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞു. പോലീസ് ജീപ്പിൽ പല വാഹനങ്ങളിലായി ഞങ്ങളെ DYSP ഓഫീസിലെത്തിച്ചു. പിന്നെ ചോദ്യം ചെയ്യലിൻ്റെ രീതിയൊക്കെ മാറി. പോലീസ് പല ആളുകൾ മാറി മാറി ചോദ്യം ചെയ്തു. ഏതാണ്ട് രാത്രി 12 മണി വരെയൊക്കെ ചോദ്യം ചെയ്യൽ നടന്നു. പോലീസുകാർ പല സ്ഥലങ്ങളിൽ നിന്നുള്ള പോലീസുകാർ എത്തുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവിടെ. ഏതായാലും ആ രാത്രി DYSP ഓഫീസിൽ വളരെ ചൂടേറിയ ഒരന്തരീക്ഷമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഉദ്യോഗസ്ഥന്മാരുടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒച്ചകൾ നമുക്ക് കേൾക്കാം. അന്ന് ആലുവ റൂറൽ SP അബ്ദുൽ വഹാബ് സാറാണ്. DYSP ET മാത്യു ആണ്. ആലുവ CI ബാബുകുമാർ സാറാണ്. ഈ കേസ് എടുത്തത് രാജേഷ് എന്ന് പറയുന്ന KN രാജേഷ് എന്ന് പറയുന്ന പോലീസ് ഓഫീസറാണ്. ഏതായാലും ഇവിടെ പോലീസുകാരുടെ ചർച്ചകൾ നമുക്കിങ്ങനെ ഇടയ്ക്ക് രാത്രി വൈകിയ നേരത്ത് റൂറൽ SP-യുടെ ശബ്ദം നമുക്ക് പുറത്ത് കേൾക്കാം. ഒച്ചയ്ക്ക് അദ്ദേഹം പറയുകയാണ്, ഈ 4 പ്രതികളെ തീരുമാനിച്ചു കഴിഞ്ഞ ഒരു സാഹചര്യമാണെന്നാണ് നമുക്ക് മനസ്സിലായത്. 5ാമതൊരു പ്രതിയെ കൂടി വേണം പോലീസിന്. അപ്പോൾ വഹാബ് സാർ പറയുന്നുണ്ട്, ഒരു കുട്ടി പോലും അന്യായമായി ഈ കേസിൽ പെടരുത് എന്ന് അദ്ദേഹം വളരെ ഒച്ച ഉയർത്തിയാണ് സംസാരിക്കുന്നത്. നമുക്ക് DYSP ഓഫീസിൻ്റെ പുറത്ത് നിന്ന് നമുക്കത് കേൾക്കാം, ഈ ക്യാബിൻ്റെ പുറത്ത് നിന്ന്. അതിൻ്റെ അനുഭവം ആ കേസ് തീരുന്നത് വരെയും വഹാബ് സാറിനെ വേട്ടയാടപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഞാൻ ആ സംഭവം പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഈ ഒരു നിലപാട് അദ്ദേഹം എടുത്തതിൻ്റെ പേരിൽ വഹാബ് സാറിന് സർവീസിലുടനീളം വേട്ടയാടപ്പെട്ടു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഇതിനിടയിൽ ഈ ബദർ യുദ്ധത്തിൻ്റെ തലേന്ന് ഇങ്ങനെ സഹാബാക്കൾ ഒക്കെ ഉറങ്ങി ശാന്തമായി ഉറങ്ങി എന്ന് പറയല്ലേ, ഈ ഒരു അനുഭവം അവിടെ ഉണ്ടായി. അതായത് ഈ പിടിയിലായതിൽ ഏറ്റവും പ്രായം കൂടിയ ആൾ ഞാനാണ്. 26 വയസ്സാണ് എനിക്ക് അന്നുള്ളത്. 17കാരൻ വരെ അന്ന് അവിടെ ഉണ്ട്. ഇവരെല്ലാം വളരെ സമാധാനപരമായി DYSP ഓഫീസിൻ്റെ ആദ്യമായി സ്റ്റേഷനിൽ പോകുന്നവരാണ് അധികം ആളുകളും. അവർ കിടന്നുറങ്ങി. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് രാത്രി ഒരുപാട് വൈകി പുറത്തിറങ്ങുമ്പോൾ ഈ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് തീരെ സഹിച്ചില്ല ഈ ഉറങ്ങുന്നത് കണ്ടിട്ട്. അപ്പോൾ അതിലൊരാൾ വളരെ ഒച്ചയ്ക്ക് പറഞ്ഞത്, മനുഷ്യന്മാർ തീ നിന്നുകൊണ്ടിരിക്കുമ്പോഴേ ഇവന്മാരുടെ ഒടുക്കത്തെ ഉറക്കമെന്ന് ആണെന്ന് ആ ഉദ്യോഗസ്ഥൻ വളരെ ഒച്ചയ്ക്കാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മനസമാധാനത്തോടെയുള്ള ഉറക്കം പോലും അവരെ അലോസരപ്പെടുത്തുന്ന വിധത്തിലാണ് അവരുണ്ടായിരുന്നത്. പിറ്റേന്ന് രാവിലെ ഈ 5 പേരെ പ്രതികളാക്കുകയും ബാക്കി 13 പേരെ വിട്ടയക്കാൻ പോലീസ് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ 1 മുതൽ 5 വരെ ആളുകൾ, ഷാദുലിയായിരുന്നു 1-ാം പ്രതി, 2-ാം പ്രതി ഞാനായിരുന്നു, 3-ാം പ്രതി അൻസാർ നദവി, 4-ാം പ്രതിയായി നിസാമുദ്ദീൻ, 5-ാം പ്രതിയായി ഷമ്മാസ്, 5 പേരെ പ്രതികളാക്കുകയും ബാക്കിയുള്ളവരെ വിട്ടയക്കുകയും ചെയ്തു. ഈ 5 പേരെ അന്ന് വൈകുന്നേരം മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് വീട്ടിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഞങ്ങൾ ആദ്യമായി ആലുവ സബ് ജയിലിലേക്ക്, ജീവിതത്തിൽ ആദ്യമായി ജയിൽ പ്രവേശനം എന്ന് പറയുന്നത് അതായിരുന്നു, ആലുവ സബ് ജയിലിലേക്ക് ഞങ്ങളെ മാറ്റി. അപ്പോൾ ആലുവ സബ് ജയിലിൽ ഞങ്ങൾ ഒരു ദിവസം സബ് ജയിലിൽ കഴിഞ്ഞു. പോലീസ് തുടർന്ന് തൊട്ടടുത്ത ദിവസം പത്രങ്ങളില്ല. ഓഗസ്റ്റ് 15-ൻ്റെ അവധിയാണ്. 16-ാം തീയതി പത്രമില്ല. 17-ാം തീയതിയാണ് പത്രങ്ങൾ ഇറങ്ങുന്നത്. ഞങ്ങളെ ജയിലിലൊക്കെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പത്രത്തിലുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞ ആളുകളാണ് അവിടെ ഉള്ളത്. അവിടെ എത്തി ഒരു ദിവസം ഞങ്ങൾ ജയിലിൽ കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും പോലീസ് കസ്റ്റഡി വാങ്ങി. 5 ദിവസം തുടർച്ചയായിട്ട് കസ്റ്റഡി, വളരെ സ്ട്രോങ് ആയ ചോദ്യം ചെയ്യലൊക്കെ അവിടെ നടന്നു. അന്നത്തെ മാധ്യമങ്ങൾ 2006 ഓഗസ്റ്റ് 17 പത്രങ്ങൾ പരിശോധിച്ചാൽ
സ്വാഭാവികമായിട്ടും വളരെ ഭീകരമായ വാർത്തകളായിരുന്നു പത്രങ്ങളിലുണ്ടായിരുന്നത്. പത്രങ്ങൾക്ക് ഇന്നത്തെ അത്ര പത്രങ്ങൾക്ക് സ്വാധീനം ഉണ്ടെങ്കിലും അത്രയൊന്നും ഏരിയകളിലേക്ക് ഈ സോഷ്യൽ മീഡിയ എത്തുന്ന പോലെ ഒന്നും എത്തുന്നില്ലല്ലോ. ഏതായാലും പത്രങ്ങളിലെ വാർത്തകൾ അതിഭീകരമായ വാർത്തകളാണ് പത്രങ്ങളുണ്ടായിരുന്നത്. അതിൽ മലയാള മനോരമ 2006 ഓഗസ്റ്റ് 17 മലയാള മനോരമയിൽ ഇന്നർ പേജിലെ തലക്കെട്ടെന്ന് പറയുന്ന പാനായിക്കുളം നടുങ്ങിയെന്നാണ് തലക്കെട്ട്. ഒരു പക്ഷേ ഓർമ്മയുണ്ടാവും, ആ തലക്കെട്ടുകളൊക്കെ ശ്രദ്ധിച്ച ആളുകൾക്ക് മനസ്സിലാവും. പാനായിക്കുളം നടുങ്ങി. പിന്നെ ഞങ്ങൾ ഈ അറസ്റ്റ് ചെയ്ത രീതി അതിൽ പറയുന്നുണ്ട്. സിനിമാ കഥകളെ വെല്ലുന്ന വിധത്തിൽ പോലീസ് ഈ പ്രതികളെ വേട്ടയാടി പിടിക്കുകയായിരുന്നു എന്നാണ് അതിൻ്റെ അകത്തെ ആ ന്യൂസ് ഇങ്ങനെ പോകുമ്പോൾ ഉള്ളത്. പാനായിക്കുളത്ത് ഒരു മനുഷ്യൻ പോലും അറിഞ്ഞിട്ടില്ല എന്ന് ഈ കേസിൻ്റെ സംഭവം കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ അതാണ് മനോരമയിലെ വാർത്ത. മനോരമ സാമാന്യം അന്തസ്സ് പുലർത്തപ്പെടേണ്ട ഒരു പത്രമായതുകൊണ്ടായിരിക്കും അത്രേ വന്നുള്ളൂ. പക്ഷേ മംഗളം എഴുതിയത് കേരളത്തിൽ ഭയങ്കര ഒരു ഭീകര സംഭവം നടന്നതിൻ്റെ തുടർച്ചയാണല്ലോ. പാനായിക്കുളം എന്ന് പറയുന്ന ഒരു ഭീകര സംഭവം എന്ന നിലയ്ക്ക് മംഗളം പത്രത്തിൽ തലക്കെട്ട് മാത്രമായിരുന്നില്ല, കുറേ സബ് ഹെഡിങ്ങുകളും കൂടെ അവർ കൊടുത്തിരുന്നു. അതിലൊന്ന്, പിടിയിലായവർ വൻ സ്ഫോടക ശേഖരത്തെക്കുറിച്ച് വെളിപ്പെടുത്തി. ഈ കേസിൻ്റെ എവിടെയും ഒരു പടക്കം പോലും വന്നിട്ടില്ലാത്തതാണ് പോലീസിന്, പക്ഷെ വൻ സ്ഫോടക ശേഖരത്തെക്കുറിച്ച് വെളിപ്പെടുത്തി. രണ്ടാമത്, ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകം സ്കെച്ച് ചെയ്ത മാപ്പ് ഇവരൊന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. കശ്മീരിൻ്റെ ചിത്രമില്ലാത്ത ഇന്ത്യയുടെ മാപ്പ്, അത് സബ്ബായിട്ട് വേറെ കിട്ടിയിട്ടുണ്ട്. പിന്നെയുള്ളത് വൻ വിദേശ സഹായത്തെക്കുറിച്ച്, വലിയ വിദേശ ഫണ്ടിങ്ങിനെ കുറിച്ചും ഇവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഇങ്ങനെ കുറേ സബ് ഹെഡിങ്ങുകളാണ് ഇവർ മംഗളം പത്രം അന്ന് കൊടുത്തത്. കേരള കൗമുദിയുടെ ഫ്ലാഷിലുള്ള വാർത്ത എന്ന് പറയുന്നത് തലക്കെട്ട് തന്നെ, ലീഡിങ് തലക്കെട്ട് തന്നെ, പ്രതികൾക്ക് വൻ വിദേശ സഹായം, ഇതാണ് തലക്കെട്ട്. ഇതിനിടയിൽ നിങ്ങൾക്കൊക്കെ അറിയാം, മുതിർന്നവർക്ക് പ്രത്യേകിച്ച് അറിയാം, ഹിറ സെൻട്രലിൽ ഒരു റെയ്ഡ് നടന്നു. ചന്ദ്രികയുടെ വാർത്ത അതായിരുന്നു മുൻപേജ് വാർത്ത. തീവ്രവാദ ബന്ധം ജമാഅത്ത് ഓഫീസിൽ റെയ്ഡ്, ഇതായിരുന്നു വാർത്ത. അത് നിങ്ങൾക്ക് ആ സംഭവങ്ങൾ അറിയുന്ന ആളുകൾക്കറിയാം. അന്ന് ഈ പാനായിക്കുളത്ത് പരിപാടിക്ക് പോകുമ്പോൾ ഹിറ സെൻട്രൽ ലൈബ്രറിയിൽ ഒരു പുസ്തകം വായനയ്ക്ക്, ആ ലൈബ്രറിയിലേക്ക് മെമ്പർഷിപ്പുള്ള ആളായിരുന്നു. അവിടെ നിന്ന് വായനയ്ക്കെടുത്ത പുസ്തകം മാസ് റെസിസ്റ്റൻസ് ഇൻ കാശ്മീർ എന്നുള്ളതായിരുന്നു. ആ പുസ്തകം യാത്രക്കിടയിൽ സാധാരണ കരുതുന്നത് പോലെ, ഇപ്പോൾ എൻ്റെ ബാഗ് പരിശോധിച്ചാൽ ഒരു 4 ബുക്കിൻ്റെ ബാഗുകളുണ്ടാവും, ഇന്നും ഉണ്ട്. അന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്ന പുസ്തകം ഈ മാസ് റെസിസ്റ്റൻസ് ഇൻ കാശ്മീർ എന്ന് പറയുന്ന പുസ്തകമായിരുന്നു. ഈ പുസ്തകം ഹിറ സെൻട്രൽ ലൈബ്രറിയിലെ പുസ്തകമാണെന്ന് അതിൻ്റെ സീല് അവർക്ക് മനസ്സിലായി. അങ്ങനെ നേരെ ഇത് അന്വേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടം പോലും ആകാതെ പോലീസ്, കോടിയേരി ബാലകൃഷ്ണനാണ് ആഭ്യന്തരമന്ത്രി, VS അച്യുതാനന്ദനാണ് മുഖ്യമന്ത്രി, അതിലവർ അവരുടേതായ താല്പര്യങ്ങളും രാഷ്ട്രീയങ്ങളും പ്രയോഗിച്ച് നേരെ ഹിറ സെൻട്രലിലേക്ക് പോലീസ് സംഘത്തെ വിട്ടു. ഹിറ സെൻട്രൽ ലൈബ്രറിയിൽ അവർ പരിശോധിച്ചു. റെയ്ഡൊന്നും നടന്നില്ലെങ്കിൽ പരിശോധിച്ചു. പക്ഷെ പിറ്റേന്ന് ചന്ദ്രിക, അന്ന് എതിർപക്ഷത്ത് നിൽക്കുന്നതുകൊണ്ടാവും അത്രയും ഭീകരമായ തലക്കെട്ട് വന്നത്. ഏതായാലും ആ തലക്കെട്ടായിരുന്നു അന്ന് ചന്ദ്രികയ്ക്ക് ഉണ്ടായിരുന്നത്. ഇങ്ങനെ പത്രങ്ങളെല്ലാം വേണ്ട വിധം ഇത് ആഘോഷിച്ചു. പക്ഷേ ഈ ആഘോഷം യഥാർത്ഥത്തിൽ ജയിലിൽ ഞങ്ങൾക്ക് അനുഗ്രഹമായി. ഈ ജനങ്ങളുടെ മനസ്സിൽ ഭീതി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു പത്രങ്ങളുടെ ലക്ഷ്യമെങ്കിലും ജയിലിൻ്റെ അകത്തത് വലിയ അനുഗ്രഹമായി. ജയിലിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ 26ഉം 25ഉം അതിൽ താഴെ പ്രായമുള്ള ആളുകളൊക്കെ ജയിലിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജയിലിൻ്റെ ഒരു സ്വഭാവമുണ്ട്. അവിടെ കൊലപാതക കേസിലെ പ്രതികളുണ്ടാവും, വലിയ വലിയ കഞ്ചാവ് കേസിലെ പ്രതികളുണ്ടാവും, വർഷങ്ങളായി ജയിലിൽ കയറുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇവർക്ക് നമ്മളോട് ഒരു റാഗിങ്ങിൻ്റെ സമീപനമായിരിക്കും ഉണ്ടാവുക ജയിലിൻ്റെ അകത്ത്. പക്ഷേ എല്ലാവരും വലിയ ബഹുമാനത്തോടെ എണീറ്റ് നിന്നു, ആദരിച്ചു. അപ്പോൾ അത് മനസ്സിലായില്ല സംഭവം എന്താണെന്ന്. പിന്നെ മനസ്സിലായത് അവരൊക്കെ ചെറിയ ചെറിയ കത്തിക്കുത്തൊക്കെ നടത്തിയ ആളുകളല്ലേ, ഇത് വലിയ സ്ഫോടനമൊക്കെ നടത്തി ശീലമുള്ള വലിയ മനുഷ്യന്മാരാണ് വന്നിരിക്കുന്നതെന്നുള്ള ആദരവ് അവരെന്ന്. അതിൻ്റെ ആ ആദരവ് അവർ നൽകിയത് ഈ ജയിലിൻ്റെ സെല്ലിന് ഇരുമ്പ് ഗേറ്റാണ് ഉണ്ടാവുക. ആ ഗേറ്റിൻ്റെ അവിടെ ആ സെല്ലിലുള്ള 10-18 പേര് താമസിക്കുന്നുണ്ടാവും സെല്ലിൽ. അതിൻ്റെ അകത്ത് ഏറ്റവും സീനിയറായ തടവുകാരനെ അവിടെ ഇരിക്കാൻ അധികാരമുള്ളൂ. പക്ഷെ നമ്മൾ ആ 1ാമത്തെ ദിവസം തന്നെ അയാൾ പിടിച്ച് അടുത്തിരുത്തി, ഇവിടെ ഇരി എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ഇരുത്തി. അപ്പോൾ പത്രവാർത്ത കൊണ്ട് നമുക്കൊരു ചെറിയ ആ നിലയ്ക്ക് ഒരു ഗുണമുണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ജയിൽ ഉദ്യോഗസ്ഥന്മാരും പേടിച്ചിരുന്നു. നമ്മൾ ഇപ്പോൾ നമുക്കൊരു തമാശയായി തോന്നുമെങ്കിലും അന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ 2006 എന്നൊക്കെ പറയുന്നത് ഈ വാർ ഓൺ ടെററിൻ്റെ അനുബന്ധമായ കാര്യങ്ങൾ നടക്കുന്ന സമയമാണ്. ഞങ്ങൾ ജയിലിൽ എത്തിയപ്പോൾ മുൻ ഉദ്യോഗസ്ഥന്മാർ ആ ജയിലിൽ നിന്ന് നിങ്ങൾ ട്രാൻസ്ഫർ മേടിച്ച് പോകാൻ പറയുന്നുണ്ട്. സെൻട്രൽ ജയിലിൽ ഭയങ്കര സൗകര്യമാണ്, നിങ്ങൾ അങ്ങോട്ട് പോകുന്നു. അത് നമ്മുടെ അതിന് വഴങ്ങുന്നില്ല എന്നുള്ളപ്പോഴാണ് അവർ പറഞ്ഞത് വീട്ടുകാർ സമ്മതിക്കുന്നില്ല, വീട്ടിലുള്ളവർ ഭയങ്കര സമ്മർദ്ദത്തിലാണ്, നിങ്ങൾ ലീവ് എടുക്കാനാണ് പറയുന്നത്.
അപ്പോൾ അതിന് കാരണം അവർ പറഞ്ഞു അൽ-ഖായിദ ജയിൽ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നും ഞങ്ങൾ അതുവഴി രക്ഷപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഈ വീട്ടുകാരുടെയൊക്കെ ഭയം. ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ തുറന്നു പറയുന്ന സംഗതികളാണ്. അപ്പോൾ ഒരാളുടെ മനസ്സിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ മനസ്സിൽ, യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ മനസ്സിൽ പോലും അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളിൽ പോലും എന്തുമാത്രം ഭീതി വിതയ്ക്കുന്നുണ്ട് ഇത്തരം വാർത്തകൾ, ഇത്തരം സംഭവങ്ങൾ. അതുവഴി ലാഭം കൊയ്യാൻ ഉദ്ദേശിക്കുന്ന ഏജൻസികൾ അവരുടെ ആഗ്രഹം ഇതൊക്കെ തന്നെയാണ്. ഏതായാലും 5 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ഇതിനിടയിൽ പോലീസുകാരുടെ ഒരു മനോഹരമായ ഭീഷണിപ്പെടുത്തൽ ഉണ്ടായിരുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു 3-4 മാസമൊക്കെ ആയിട്ടുള്ള ആ സമയത്ത് ഭാര്യയെ കൂടി ഇതിൽ പ്രതി ചേർക്കും എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ ഒരു ഭീഷണി. ആ ഭീഷണിക്ക് നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. അപ്പോൾ പോലീസ് എന്തോ വേറെ എന്തോ ഉണ്ടെന്നുള്ള അർത്ഥത്തിലായിരിക്കും പോലീസ് ഇത് പറയുന്നത്. അങ്ങനെ ഇതിനിടയിൽ ഈ 5 ദിവസത്തെ കസ്റ്റഡിക്കിടയിൽ ഒരു ദിവസം കോഴിക്കോടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. കോഴിക്കോട് റെയ്ഡ് നടത്താൻ വേണ്ടി എന്നെ കൊണ്ടുവന്നു. റെയ്ഡ് നടത്തി തിരിച്ച് ആലുവയിലേക്ക്, അന്ന് കോഴിക്കോട് റെയ്ഡ് നടത്താൻ വരുമ്പോൾ മാധ്യമങ്ങൾ പോലീസിൻ്റെ പുറകെ കൂടി. അതുകൊണ്ട് വേണ്ട വിധം പോലീസ് ഞങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല. അന്ന് DYSP ET മാത്യുവാണ് എന്നെ കൊണ്ടുപോകുന്നത്. അങ്ങനെ പോലീസ് ക്ലബ്ബിൽ കൊണ്ടുപോയി. പോലീസ് ക്ലബ്ബിൽ അന്ന് ഞാൻ കോഴിക്കോട് താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ഉടമ മനോഹരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു, ഹിന്ദുവാണ്. ഈ മനോഹരൻ എന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ കയറി പോകുമ്പോൾ അയാളവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട് പോലീസ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചിട്ട് മനോഹരേട്ട ബുദ്ധിമുട്ടായോ എന്ന് ഞാൻ അങ്ങനെ ചോദിച്ചു മനുഷ്യനോട്. ഏതായാലും അത് അദ്ദേഹത്തിന് വലിയ സ്വാധീനം ഉണ്ടാക്കി ആ ചോദ്യം. അദ്ദേഹം പോലീസിനോട് വന്നിട്ട് പറഞ്ഞത് ഈ കുട്ടികൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കുട്ടികളൊന്നും അല്ല എന്നൊക്കെ ഈ മനുഷ്യൻ, മനോഹരൻ എന്ന് പറയുന്ന മനുഷ്യൻ, കോടതിയിൽ അദ്ദേഹം നമുക്കെതിരെ പറഞ്ഞു കേട്ടോ. അതൊക്കെ വേറെ, അതിലേക്ക് വരുമ്പോൾ ഞാൻ പറയാം. പിന്നെ അദ്ദേഹം പറഞ്ഞു പോലീസിനോട് വളരെ നന്നായിട്ടാണ് നമ്മളെക്കുറിച്ച് പറഞ്ഞത് എന്ന് മാത്രമല്ല, അന്ന് അവിടെ പോലീസ് റെയ്ഡ് നടത്തി സാധനങ്ങൾ കുഴിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്ന സമയത്ത് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളൊക്കെ വാങ്ങാൻ പോയപ്പോൾ ഈ മനോഹരൻ ചേട്ടൻ ഈ പോയ ആളുകളോട് പറഞ്ഞത് റാസിക്ക് വരാതെ ഞാൻ തരികയില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അത്രയേറെ ആ മനുഷ്യൻ മനസ്സിൽ നമ്മളെക്കുറിച്ച് വലിയൊരു മതിപ്പും സ്നേഹവും ഒക്കെ അദ്ദേഹം ഈ സംഭവത്തിലാണെങ്കിൽ പുലർത്തി. അന്ന് എന്നെ കൊണ്ടുപോയി DYSP പറഞ്ഞത് അല്പം സൗകര്യമുള്ള ജീവിത നിലവാരത്തിൽ വരുന്ന ആളല്ലേ, റാസിക്കിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണ്ട, ഒരു ഹോട്ടൽ റൂം എടുത്ത് താമസിപ്പിച്ചാൽ മതി, നിങ്ങൾ പുറത്ത് കാവൽ എന്നുള്ളതാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞിട്ട് DYSP പോലീസ് ക്ലബ്ബിൽ താമസിക്കാൻ പോയി. ഞങ്ങളെ 2 പോലീസുകാരോടെ എന്നെ വേറെ വിടുകയും ചെയ്തു. പക്ഷേ ഈ പോലീസുകാർ എന്നെ അതിനൊന്നും തയ്യാറായില്ല. പോലീസുകാർ നേരെ കസബ സ്റ്റേഷനിൽ കൊണ്ടുപോയി അടിവസ്ത്രം മാത്രം ഇട്ട് ആ രാത്രി ഞാൻ നിന്നു. കാരണം ഞാൻ ഉടുത്തിരുന്ന തുണിയായിരുന്നു, മുണ്ടുടുത്തിരുന്നുകൊണ്ട് അതിൽ വല്ല ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇനി അതങ്ങനെ ഇവിടുത്തെ ആത്മഹത്യ ചെയ്താൽ പ്രശ്നമാവുമല്ലോ. അപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കാൻ അടിവസ്ത്രം മാത്രമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇങ്ങനെ ഒരു ശീലമില്ല, നിസ്കരിക്കേണ്ടതൊക്കെ അല്ലേ, നിസ്കരിക്കാൻ നേരം പത്രം തന്നേക്കാം, അത് പൊതിഞ്ഞ് നിസ്കരിക്കാം, ഇപ്പം തൽക്കാലം ഇതിൽ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജീവിതത്തിലെ ആദ്യ അനുഭവങ്ങളാണല്ലോ ഇതൊക്കെ. ഏതായാലും 5 ദിവസത്തെ കസ്റ്റഡി കഴിഞ്ഞു. ജയിലിലേക്ക് തിരിച്ചുപോയി. 1 മാസം ആലുവ സബ് ജയിലിലും, അടുത്ത 1 മാസം റംസാൻ മാസമായിരുന്നു, അടുത്ത 1 മാസം വിയ്യൂർ സെൻട്രൽ ജയിലിലുമായി കഴിഞ്ഞു. 65-ാമത്തെ ദിവസം കേരള ഹൈക്കോടതി ഞങ്ങൾക്ക് ജാമ്യം നൽകി. അന്ന് കേരള ഹൈക്കോടതി ജാമ്യം നൽകും പ്രത്യേകം പറഞ്ഞത് ഇവരിനി ഇത്തരം ആക്ടിവിറ്റികളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവർ മതിയായ ശിക്ഷ അവർ അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ജാമ്യം നൽകുന്നു എന്നാണ് കോടതി പറഞ്ഞത്. അന്ന് ജാമ്യം നൽകുന്ന നേരത്ത് പാനായിക്കുളം കേസിൻ്റെ പ്രോഗ്രാം നോട്ടീസും ഒക്കെ അവിടെ അവർക്ക് കോടതിക്ക് സമർപ്പിച്ചിരുന്നു. അങ്ങനെയാണ് കോടതി ജാമ്യം നൽകുന്നത്. ഈ 65 ദിവസം കൊണ്ട് നമുക്കൊരു സന്തോഷകരമായ അധ്യായമാണ് നമുക്ക് കഴിഞ്ഞെങ്കിലും, സന്തോഷകരം എന്ന് പറഞ്ഞാൽ വേറെ പരിക്കുകളൊന്നും ഇല്ലാത്ത സംഭവങ്ങളാണ് നടന്നതെങ്കിലും, ഈ അവിടം മുതൽ 2010 വരെയുള്ളത് പോലീസ് വേട്ടയുടെ നിരന്തരമായ വേട്ടകളുടെ ഒരു കാലമായിരുന്നു. ശരിക്കും നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. കേരളത്തിൽ എന്ത് സംഭവിച്ചാലും അതിന് ഉത്തരവാദിത്തം പറയേണ്ട ലിസ്റ്റിലേക്ക് ഞാൻ ഉൾപ്പെടുന്ന ആളുകൾ പോലീസ് രേഖയിൽ വന്നു. എന്തുണ്ടായാലും, ഉദാഹരണം പറഞ്ഞാൽ കോഴിക്കോട് മിഠായി തെരുവിൽ തീപിടുത്തം ഉണ്ടായി, പടക്കശാലയ്ക്ക് എന്തോ ആ തീപിടുത്തം ഉണ്ടായെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഏതായാലും പോലീസ് നോട്ടീസ് തന്നു, ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. അതിനുള്ള പങ്ക് വിശദീകരിക്കാൻ പോലീസ് പറഞ്ഞു. ഒരു ഭയത്തിൻ്റെ നിഴലിലാണ്. ആ കാലത്താണ് ന്യൂസ് എക്സ് എന്ന് പറയുന്ന ഒരു ചാനൽ അവർ ഇൻ്റർവ്യൂ ചെയ്യാൻ, എന്തോ ഈ ഷിബിലി ഷാജിയുടെ അറസ്റ്റ് വിഷയം ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരിക്കൽ വന്നു ഈരാറ്റുപേട്ടയിൽ. വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, അവരുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടെറർ ബ്രാൻഡിൽ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം? ഇതാണ്. ഞാനതിപ്പോൾ ഓർക്കുക, പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മയും വന്നതാണ്. ടെറർ ബ്രാൻഡിൽ നിങ്ങളുടെ ജീവിതം ഒന്ന് വിശദീകരിക്കാമോ? അപ്പോൾ ആ ബ്രാൻഡ് എന്ന് പറയുന്നത് ശരിക്കും ഉപയോഗപ്പെടുത്തപ്പെട്ട ഒരു കാലമാണ് ഈ 2006 മുതൽ 2010 വരെ. അതുപോലെ തന്നെ എറണാകുളം കളക്ടറേറ്റ് സ്ഫോടനം നടന്നു. കളക്ടറേറ്റ് സ്ഫോടനം നടന്ന്
2 ദിവസമോ 3 ദിവസമോ കഴിഞ്ഞപ്പോൾ രാത്രി 2 മണിക്ക് പോലീസ് എൻ്റെ വീട് വളഞ്ഞു. വീട് വളഞ്ഞ് വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത്. പിടിച്ചുകൊണ്ടുപോയി പോലീസ് ക്ലബ്ബിൽ കൊണ്ടുപോയി പാർപ്പിച്ചു. ആ രാത്രി 24 മണിക്കൂറോളം പോലീസിൻ്റെ കസ്റ്റഡിയിൽ കഴിഞ്ഞു. പോലീസിൽ ചോദിക്കാനും പറയാനും ഒന്നുമില്ല. പക്ഷേ ന്യൂസുകൾ വരുന്നു, കൊണ്ടുപോയി, അങ്ങനെ കൊണ്ടുപോയി. അതിനേക്കാൾ ഭീകരമായ മറ്റൊരു അനുഭവമാണ് വാഗമണ് സമാനമായ പാനായിക്കുളം പോലെ ആരോപിക്കപ്പെടുന്ന മറ്റൊരു കേസാണ് വാഗമൺ സിമി കേസ് എന്ന് പറയുന്നത്. അതെന്താ സംഭവിച്ചത് ഇതുവരെ അറിയില്ല. അവിടെ നടന്ന എന്താണെന്ന് കേരള പോലീസിനും അറിയില്ല. ഗുജറാത്ത് പോലീസ് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്, നിങ്ങൾ കേസെടുക്കണമെന്ന് പറഞ്ഞു. പോലീസ് കേസെടുത്തു. അതാണ് അതിൻ്റെ അനുഭവങ്ങളിലുള്ള സംഭവം എന്ന് പറയുന്നത്. ഏതായാലും ഈ വാഗമണ് കേസ് നടന്നു. അവർക്ക് വേണ്ട പോലെ പ്രതികളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാവാം എനിക്ക് നോട്ടീസ് തന്ന് അവർ വിളിപ്പിച്ചു. അങ്ങനെ DYSP കണ്ണൻ എന്ന് പറയുന്ന ആളായിരുന്നു അന്ന്. ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ DYSP കണ്ണനായിരുന്നു. അദ്ദേഹം വിളിപ്പിച്ച് കാര്യങ്ങളൊക്കെ വിശദമായി ചോദിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, വളരെ ശാന്തമായി, പോലീസുകാരുടെ ഭാവങ്ങളൊന്നുമില്ല. അദ്ദേഹം ചോദിച്ചു, റാസിക്കിന് ഈ കേസ് ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതിൻ്റെ ടോൺ, ഇത് പോകുന്ന പോക്ക് എനിക്ക് മനസ്സിലായി. റാസിക്ക് ഏറ്റെടുത്താൽ പിന്നെ വേറെ പ്രശ്നങ്ങളല്ലോ. ഒരു കേസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഏറ്റെടുത്താൽ പോലീസിനും ബാധ്യത കുറയും. ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പോലീസ് പറഞ്ഞ ഡേറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ വാപ്പ മരിച്ച ദിവസങ്ങളാണ് ആ ദിവസങ്ങൾ. അപ്പോൾ ഞാൻ പോലീസിനോട്, ഈ DYSPയോട് ഞാൻ പറഞ്ഞു, ഞാൻ സമ്മതിച്ചാലും നാട്ടുകാർ സമ്മതിക്കാൻ സാധ്യതയില്ല. കാരണം വാപ്പ മരിച്ച ദിവസങ്ങളാണ് നിങ്ങൾ ഈ പറയുന്ന ദിവസങ്ങൾ എന്ന് പറയും. കാരണം എനിക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ആ സമയത്ത് വാപ്പ മരിച്ച ദിവസങ്ങളാണ്, പക്ഷേ പോലീസിൻ്റെ കെണിയിൽപ്പെടാതെ രക്ഷപ്പെടണം. അങ്ങനെ പുറത്തിറങ്ങി. അന്ന് ഈ കേസിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് ഷാനവാസ്, അഡ്വക്കേറ്റ് VS സലീമിനോടൊക്കെ വിവരങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ, പിന്നീട് പലരും പരീക്ഷിച്ച് വിജയിച്ച ഒരു വലിയ ഒരു പദ്ധതിയുടെ തുടക്കം അവിടെ എന്തെല്ലാം നടന്നു. അവർ പറഞ്ഞു, നാളെ എറണാകുളം പ്രസ് ക്ലബ്ബിൽ ഒരു പത്രസമ്മേളനം വിളിക്കാൻ പറഞ്ഞു. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം. കാരണം അടുത്ത ഒരു ഫർദർ നടപടി പോലീസ് ചെയ്യുന്നതിന് മുമ്പ് അത് ചെയ്യാൻ പറഞ്ഞു. പത്രസമ്മേളനം വിളിച്ചു. പത്രസമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചു. മാധ്യമപ്രവർത്തകർ നന്നായി ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. കാര്യങ്ങൾ നന്നായി പറഞ്ഞു. പത്രത്തിൽ വലിയ വാർത്ത വന്നു പിറ്റേന്ന്. ഇത് വിഷയം DYSP എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വലിയ ചതിയായി റാസിക്കുക ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വലിയ ഷോക്കാണത്. ഒരു പ്രതിയാക്കപ്പെടാമായിരുന്ന ഒരാളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നനുഭവമുണ്ട്. ഇങ്ങനെ തുടർച്ചയായി 2006 മുതൽ 10 വരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന എല്ലാ വിഷയങ്ങളിലും സമാധാനം പറയേണ്ടി വരിക എന്നൊരു ഭാരിച്ച ബാധ്യത ഈ കേസിൻ്റെ പേരിലുണ്ടായിട്ടുണ്ട്. ഈ 2006 മുതൽ 2008 വരെ ഈ കേരള പോലീസിൻ്റെ സാധാരണ ബിനാനിപുരം പോലീസ് സ്റ്റേഷനിലെ പോലീസും ആലുവ CIയുമാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത്. 2008 കേസിന് വേണ്ടത്ര പുരോഗതിയില്ല എന്ന് കണ്ടിട്ട് ഇത് കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഈ കേസ് കൈമാറി. അന്ന് മലപ്പുറം അഡ്മിനിസ്ട്രേറ്റീവ് DYSP ആയിരുന്ന S ശശിധരനാണ് ഈ കേസ് അന്വേഷിച്ചത്. അദ്ദേഹമാണ് അന്വേഷണ ചുമതല ഉണ്ടായിരുന്ന ആൾ. അദ്ദേഹമാണ് ഈ കേസിന് ഇത്രയും മനോഹരമായ രൂപവും ഭാവമൊക്കെ നൽകിയത്. സത്യത്തിൽ സിനിമാ തിരക്കഥയിലേക്കൊക്കെ അദ്ദേഹത്തെ കൊണ്ടുവരാൻ പാകത്തിനുള്ള മനോഹരമായ തിരക്കഥ. അതുവരെ സ്വാതന്ത്ര്യദിന സെമിനാർ, സിമിയുടെ രഹസ്യയോഗം എന്ന് ആരോപിക്കാവുന്ന ഒരു യോഗം. കാരണം 1-2 മുൻ സിമി പ്രവർത്തകർ അതിലുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു ആവറേജ് കേസായി നിന്നാണ് പറവൂർ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഒതുങ്ങാവുന്ന അത്ര ലളിതമായൊരു കേസ്. പക്ഷേ ശശിധരൻ ചാർജ് എടുത്തോടുകൂടി കേസിൻ്റെ രൂപവും ഭാവവും മാറി. അദ്ദേഹം ആദ്യം ചെയ്തത്, ഈ 5 കഴിഞ്ഞ് ബാക്കി വിട്ടയക്കപ്പെട്ട 13 പേർ, ഈ 13 പേരെ ഇയാൾ അറസ്റ്റ് ചെയ്തു. ഈ 13 പേരെ അദ്ദേഹം അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റ് ചെയ്തതിൽ ഒരാൾ നിങ്ങൾക്കൊക്കെ പേരുകൊണ്ട് സുപരിചിതനായ റഷീദ് മൗലവിയാണ്. റഷീദ് മൗലവി പാനായിക്കുളം സലഫി മസ്ജിദിലെ ഇമാമാണ്. അദ്ദേഹമാണ് ഈ കേസിലെ പരാതിക്കാരൻ. ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നതിലെ പരാതിക്കാരൻ റഷീദ് മൗലവിയാണ്. ഈ പാനായിക്കുളത്ത് ഞങ്ങളെ പിടിക്കുമ്പം ആ പ്രദേശത്ത് നിറയെ മനുഷ്യന്മാരുണ്ടെങ്കിലും ഒരാളെപ്പോലും പരാതിക്കാരനായി പോലീസ് കിട്ടിയില്ല. ഒരു സ്വതന്ത്ര സാക്ഷിയെയും ഈ കേസിൽ കിട്ടിയില്ല. ഒരു സ്വതന്ത്ര സാക്ഷിയും പാനായിക്കുളം കേസിനില്ല. ഒരു സ്വതന്ത്ര സാക്ഷിയുണ്ട്, ആ സാക്ഷിയെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. ഒരു സ്വതന്ത്ര സാക്ഷിയും ഈ കേസിലില്ല. അങ്ങനെ ഈ റഷീദ് മൗലവി, പരാതിക്കാരനായ റഷീദ് മൗലവിയെ ഉൾപ്പെടെ ഈ ശശിധരൻ അറസ്റ്റ് ചെയ്തു. അതിന് ശശിധരൻ കോടതിയിൽ പറഞ്ഞ ന്യായം എന്ന് പറയുന്നത്, ഇയാളും ഈ പരിപാടിയിൽ പങ്കെടുത്ത ആളാണ്. അങ്ങനെ 13 പേരെ അറസ്റ്റ് ചെയ്തു. ഈ കേസിൻ്റെ കഥകൾ, വലിയ തിരക്കഥകൾ ഉണ്ടാക്കിയത് ഈ ശശിധരനാണ്. ശശിധരൻ ഈ 10:30 മണിക്ക് ഞങ്ങളെ അറസ്റ്റ് ചെയ്തു എന്ന യാഥാർത്ഥ്യമൊക്കെ മാറ്റി. ഒരുപക്ഷെ സ്റ്റേഷനിലെ ജനറൽ ഡയറി, GD എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ എല്ലാ സ്റ്റേഷനിലും, ഈ ജനറൽ ഡയറി പരിശോധിച്ചാൽ ഇത് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ, പോലീസിൻ്റെ മൂവിങ് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായി ഞങ്ങളെ കൊണ്ടുപോയ സമയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ശശിധരൻ ചെയ്തത്, ഞങ്ങൾ 1 മണിക്കാണ് അറസ്റ്റ് ചെയ്തത് എന്നാക്കി. ആദ്യം അദ്ദേഹം ചെയ്ത നടപടി, ഞങ്ങൾ 1 മണിക്കാണ് അറസ്റ്റ് ചെയ്തത്. അപ്പം
രാവിലെ 10 മണിക്ക് പരിപാടി തുടങ്ങി 11:30 വരെ റാസിഖ് റഹീം പ്രസംഗിച്ചു. 11:30 മുതൽ 1 മണി വരെ അൻസാർ നദവി പ്രസംഗിച്ചു. അങ്ങനെ 3 മണിക്കൂർ രാജ്യദ്രോഹപരമായ ഘോരഘോരം പ്രസംഗം നടന്നു. ഈ പ്രസംഗം കേട്ട സാക്ഷികളൊന്നും ഇല്ല കേട്ടോ, എവിടെയും സാക്ഷികളൊന്നുമില്ല. പക്ഷേ 3 മണിക്കൂർ പരിപാടി നടന്നു. 12:50-നും 55-നും ഇടയിൽ പോലീസ് സംഘം ഹാപ്പി ഓഡിറ്റോറിയത്തിൽ എത്തുന്നു. അടച്ചിട്ട ഇതാണല്ലോ, രഹസ്യയോഗം ആയതുകൊണ്ട് ഗ്രില്ല് അടച്ചിട്ടിട്ടുണ്ട്. ഗ്രില്ലിൻ്റെ ഇടയിലൂടെ രഹസ്യമായി പോലീസ് അകത്ത് നടക്കുന്ന സംഭവങ്ങൾ ശ്രദ്ധിച്ചു. ആ ശ്രദ്ധിക്കുമ്പോഴാണ് അവിടെ നടക്കുന്ന പ്രസംഗങ്ങൾ പോലീസ് കേൾക്കുന്നത്. 3 മണിക്കൂർ ഇരുന്ന റഷീദ് ഓലി പറഞ്ഞ പ്രസംഗവും ഈ കേരള പോലീസിലെ സാക്ഷികൾ പറഞ്ഞ പ്രസംഗവും എല്ലാം ഒരു പ്രസംഗം തന്നെയാണ്, വേറെ ഒന്നുമില്ല. എല്ലാം 3 വരിയിൽ തീരുന്ന പ്രസംഗങ്ങളാണ്. അത് ശശിധരൻ എഴുതി കൊടുത്ത പ്രസംഗമായിരുന്നു. ആ പ്രസംഗത്തിൽ കശ്മീരിൽ ഇന്ത്യൻ പട്ടാളം കശ്മീരിലെ ജിഹാദികളായ മുസ്ലിങ്ങളെ കൊന്നൊടുക്കുകയാണെന്നും അതുകൊണ്ട് അതിനെതിരിൽ നമ്മൾ ഇന്ത്യൻ പട്ടാളത്തിനെതിരിൽ യുദ്ധം ചെയ്യണമെന്നും അത് സിമിയുടെ നേതൃത്വത്തിൽ യുദ്ധം ചെയ്യണമെന്നുമാണ് പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മുഗൾ ഭരണം തിരിച്ചു കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയും അത് മുഗൾ ഭരണം തിരിച്ചു കൊണ്ടുവരാൻ സിമിയുടെ നേതൃത്വത്തിൽ നമ്മൾ പോരാടണമെന്നുമാണ് പ്രസംഗിച്ചിട്ടുള്ളത്. ഇത് 3 മണിക്കൂർ കേട്ട റഷീദ് മൗലവി ഇത് തന്നെയാണ് പറഞ്ഞത്, പോലീസുകാരായ സാക്ഷികൾ ഇത് തന്നെയാണ് പറഞ്ഞത്. ഇനി ഇതിലേക്ക് ഒരു കള്ളസാക്ഷി വന്ന് ആ സാക്ഷിയും പറഞ്ഞത് അത് തന്നെയാണ്. അപ്പോൾ ശശിധരനാണ് ഈ കഥ ഉണ്ടാക്കിയത്. അതുവരെ കശ്മീരും ഇല്ല, 2006 മുതൽ 2008 വരെ കശ്മീരും ഇല്ല, മുഗൾ ഭരണവും ഇല്ല. പക്ഷെ ശശിധരൻ നന്നായി തിരക്കഥ എഴുതിയപ്പോൾ അത് വന്നു. ഇതിലേക്ക്, ഈ കേസിലേക്ക് ശശിധരൻ ഒരു സ്വതന്ത്ര സാക്ഷിയെ കൊണ്ടുവന്നു. ഈ സ്വതന്ത്ര സാക്ഷി എന്ന് പറയുന്നത് ആലുവക്കാരനായ KSRTCയിൽ നിന്നും റിട്ടയർ ചെയ്ത ഡ്രൈവർ ജോലി ചെയ്തിരുന്ന ജോർജ് എന്ന് പറയുന്ന ആളാണ് ഇതിലെ സ്വതന്ത്ര സാക്ഷി. ഇത് ശശിധരൻ സ്വന്തമായി സംഘടിപ്പിച്ച് കൊണ്ടുവന്നതാണ്. ഇന്നലെയാണ് നമ്മുടെ ഈ കേസിൽപ്പെട്ട നിസാമുദ്ദീൻ പറഞ്ഞത്, ഈ ജോർജിനെ കണ്ടെത്തിയ വിധം ഇന്നലെയാണ്, ഞാൻ ആദ്യമായിട്ടാണ് അത് കേൾക്കുന്നത്. ഈ ജോർജിൻ്റെ മകൻ പോലീസുകാരനാണ്. അപ്പോൾ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണ് ഈ ജോർജിൻ്റെ മകൻ. അപ്പം മകനോട് പറഞ്ഞിട്ട് അച്ഛനെ സെറ്റാക്കിയതാണ് ഈ കേസിലേക്ക്. അങ്ങനെ ഈ ജോർജിനെ സ്വതന്ത്ര സാക്ഷിയായി കൊണ്ടുവന്നു. ജോർജ് വണ്ടിക്കച്ചവടത്തിന്, വാഹനക്കച്ചവടക്കാരനാണ് ജോർജ്, സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട്. ജോർജ് ഇങ്ങനെ പാനായിക്കുളത്തോടെ വണ്ടിക്കച്ചവടത്തിന് പോകുമ്പം പോലീസ് ഇങ്ങനെ ഓടി വന്നൊരു ഓഡിറ്റോറിയത്തിൽ കയറുന്നു. ഈ പോലീസിന് ഇടയിൽ കൂടെ നുഴഞ്ഞ് ജോർജ് കയറി ആദ്യം ഫ്രണ്ടിൽ കയറിയുന്നു പോലീസിന് മുമ്പിൽ. അങ്ങനെ ജോർജ് കോടതി പറഞ്ഞത്. അങ്ങനെ ജോർജും ഈ പറയുന്നത് പോലെ പ്രസംഗം കേട്ടു. ജോർജിന് വിചാരണ ചെയ്തതിൻ്റെ 1-ാം ദിവസം NIA കോടതി പറയാൻ തന്നെ എന്തുമാത്രം ഭീകരതയുണ്ടെന്ന് മനസ്സിലാക്കണം. ആ NIA കോടതി പറയും വിശ്വസിക്കാൻ കൊള്ളാത്ത സാക്ഷിയാണെന്ന് പറഞ്ഞിട്ട് ജോർജിനെ അന്ന് എടുത്തു കളഞ്ഞ് ആ കേസിൽ നിന്ന്. പിന്നെ ഇയാൾ ശശിധരൻ കൊണ്ടുവന്ന പുതിയൊരു സാധനം എന്ന് പറയുന്നത് ഒരു ഡയറിയാണ്. പാനായിക്കുളത്തെ ഹാപ്പി ഓഡിറ്റോറിയം പ്രോഗ്രാം ബുക്ക് ചെയ്തു എന്ന് പറയപ്പെടുന്ന ഡയറി. ഈ ഡയറിയും വിചാരണ കോടതി പരിഗണിച്ചതിനും ഹൈക്കോടതി വളരെ രൂക്ഷമായി ആ ഡയറിയെ വിമർശിക്കുന്നുണ്ട്. അതും ശശിധരൻ സ്വന്തമായി ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു ഡയറിയായിരുന്നു. ഇങ്ങനെ ഈ മനോഹരമായ കഥയുണ്ടാക്കിയാണ് ശശിധരൻ ഈ കേസ് കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്നത്. 2009 അവസാനം 2010 തുടക്കത്തിലാണ് ഈ കേസ് ശശിധരൻ NIA കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ഈ 13 പേരെ പിടിച്ചതുൾപ്പെടെ 18 പേരെയും പ്രതി ചേർത്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാൻ തീരുമാനിക്കുകയും പത്രങ്ങളിൽ വാർത്ത വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അതിന് തൊട്ടുമുമ്പ് സംസ്ഥാന സർക്കാർ ഈ കേസ് NIA അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ NIAക്ക് അപേക്ഷ കൊടുക്കുന്നത്. അന്ന് നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിലെ UAPA വിരുദ്ധരായ ഏറ്റവും കൂടുതൽ ഇവിടെ നീതി നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അന്ന് കേരളം ഭരിക്കുന്നത്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയും. ഈ കേസിൻ്റെ ആദ്യ ദിവസം മുതൽ തന്നെ പോലീസിൻ്റെ മുകളിൽ നിന്നുള്ള ഇടപെടലുകൾ വളരെ ശക്തമായിരുന്നു. കാരണം പോലീസിൻ്റെ മുതിർന്ന പോലീസ് മേധാവികൾ, ഞങ്ങളെ 10:30 അറസ്റ്റ് ചെയ്താൽ 2 മണിക്ക് കേരള പോലീസിലെ ഏറ്റവും ഹയർ ഒഫീഷ്യൽസ് ആലുവയിലെത്തി. ഈ കേസിന് ഏറ്റവും അവരുടെ സാധ്യതയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ പോലീസ് വളരെ ആഗ്രഹിച്ചിരുന്നു എന്ന് സിബി മാത്യൂസ് എന്ന് പറയുന്ന പോലീസ് ഓഫീസറുടെ ആത്മകഥയിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ കേസ് NIAക്ക് കേരള പോലീസിന് കിട്ടിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എന്നും ഇത് NIA കൊത്തിക്കൊണ്ടുപോയതാണ്. അവർ കാത്തു വെച്ചിരുന്ന കസ്തൂരി മാമ്പഴം NIA കൊത്തിക്കൊണ്ടുപോയി എന്നാണ് ആ അധ്യായത്തിൻ്റെ തലക്കെട്ട്, നിർഭയത്തിൽ സിബി മാത്യൂസിൻ്റെ ആത്മകഥയിൽ. അപ്പോൾ ആ കാത്തു വെച്ച കസ്തൂരി മാമ്പഴം എത്ര മനോഹരമായി അവർ രൂപപ്പെടുത്തി എന്നത് ആ ആത്മകഥയിലുടനീളം നമുക്ക് വായിക്കും മനസ്സിലാവും. അതാണ് കേരള പോലീസിൻ്റെയും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെയും താല്പര്യപ്രകാരം NIAക്ക് കൊടുക്കുന്നത്. അതിലെ രാഷ്ട്രീയം അതാണ്. ഹിറാസ് സെൻറ്ററിലെ റെയ്ഡിലെ രാഷ്ട്രീയവും അത് തന്നെയാണ്. ഈ കേസിൽ അന്ന് ഈ 1-ാമത്തെ ദിവസം SP വഹാബ് സാറിന് ഉള്ള റോള് ഞാൻ നിങ്ങളോട് പറഞ്ഞു.
ഈ വഹാബ് സാറിനെ 100% കേസിൽ നിന്ന് ഒഴിവാക്കി ഹയർ ഓഫീഷ്യൽസിൽ നിന്ന് നേരെ കോൾ വരുന്നത് ET മാത്യു എന്ന് പറയുന്ന DYSPക്ക്. ഇതിനിടയിലുള്ള റൂറൽ SP ഔട്ടായി. ഇദ്ദേഹം ഇത് പല മാധ്യമ സുഹൃത്തുക്കളോടും പങ്കുവയ്ക്കുകയും അതിൽ തന്നെ ചിലർ നമ്മൾ ജയിൽ മോചനായ ശേഷം നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട് ഈ വഹാബ് സാറിൻ്റെ അന്നത്തെ അനുഭവം. അദ്ദേഹം ഒരു SP ആയിരുന്നിട്ടുകൂടി അദ്ദേഹം ഈ കേസിൽ നിന്ന് ഒഴിവാക്കി. അത് വിചാരണ വരെയും അദ്ദേഹം ഒഴിവാക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഈ കേസ് അവർ മുമ്പോട്ട് കൊണ്ടുപോയി. കേരള പോലീസിലെ ഹയർ ഓഫീഷ്യൽസൊക്കെ വന്നു. അവർ അതിൻ്റെ തിരക്കഥ വെച്ചു. ശശിധരനെ പോലൊരു ഓഫീസർ അവിടെ കൊണ്ടുവന്നു. പിന്നെ മാത്രമല്ല, കോഴിക്കോട് നിന്ന് എന്നെ ആലുവയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അന്ന് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ ആലുവ പാലസിലെത്തുകയും എന്നെ കൊണ്ടുവിട്ടിട്ട് വരാൻ മാത്രം നേരം ഈ കൊണ്ടുപോകുന്ന ET മാത്യു എന്ന് പറയുന്ന DYSPക്ക് ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം നേരെ എന്നെയും കൂട്ടി എന്ത് ചെയ്ത് ആലുവ പാലസിലേക്ക് പോവുകയും ചെയ്തു. എന്നെ പുറത്ത് വാഹനത്തിലിരുത്തി സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ആ കേസിൻ്റെ വിശദാംശങ്ങൾ പഠിക്കാൻ വേണ്ടി ഏതാണ്ട് 1 മണിക്കൂറോളം ഈ DYSPയുമായിട്ടിരുന്ന് അടച്ചിട്ട് റൂമിൽ ചർച്ച നടത്തി. അപ്പോൾ സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിക്ക് വരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കേസ് ആയിരുന്നു അത്. ആദ്യമായി പിടിക്കപ്പെടുന്ന ആളുകളാണ് എന്നുള്ളതൊക്കെ മാറ്റി നിർത്തിയാലും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് ആ കേസിൽ വളരെ താല്പര്യമുണ്ടായിരുന്നു. ഒരു പക്ഷേ അതിൻ്റെ കാരണം ഇതായിരിക്കാം. സിമി നിരോധിക്കപ്പെട്ടിട്ട് മതിയായ തെളിവുകളൊന്നും ഇവർക്ക് ഭരണകൂടങ്ങൾക്കില്ലാതെ വന്ന ഒരു ഘട്ടത്തിൽ ഓരോ 2 വർഷം കൂടി, ഇന്നത്തെ പോലെയല്ല, ഓരോ 2 വർഷം കൂടുമ്പോഴും നിരോധിക്കുമ്പോൾ ട്രൈബ്യൂണൽ സെറ്റിയും ട്രൈബ്യൂണലിന് മുമ്പിൽ ഹാജരാക്കാൻ ഫയലുകൾ വേണം. ഈ ഫയലുകളുടെ അപര്യാപ്തത ഉള്ളത് കൊണ്ടാവാം സംസ്ഥാന സർക്കാരും പോലീസും ഇൻട്രസ്റ്റ് എടുത്തത് എന്ന് ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. ഏതായാലും 2010 വരെയുള്ള വേട്ടയാടലുകൾ, 2010 ഈ കേസ് NIA ഏറ്റെടുക്കുന്നു. NIAക്ക് അന്ന് കൊച്ചിയിൽ ഓഫീസൊന്നുമില്ല, ചെന്നൈയിലാണ് ഓഫീസ്. ഈ ചെന്നൈയിലെ ഓഫീസിലിരുന്നാണ് അവർ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അവർ പാനയക്കുളം കേസിൽ പ്രത്യേകമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതും CB മാത്യൂസിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അവർ ചെയ്തത് ശശിധരൻ ഉണ്ടാക്കി ഈ മനോഹരമായ തിരക്കഥയിൽ അവരെല്ലാം അടിയിൽ ഒപ്പിടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അത് CB മാത്യൂസ് പറയുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് സംഭവിക്കുകയും ചെയ്തത്. 2010 ആദ്യം കേസ് ഏറ്റെടുത്ത NIA 2010 അവസാനം തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അന്വേഷണവും നടത്താതെ കുറ്റപത്രം സമർപ്പിക്കുന്നുണ്ട്. പക്ഷെ അവർ ചെയ്ത ഒരു പണി, കേരളത്തിലും രാജ്യത്തൊട്ടാകെ അവർ ചെയ്യുന്ന ഏക പണിയും മാപ്പ് സാക്ഷ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്രൂവറെ സൃഷ്ടിക്കുക. അങ്ങനെ റഷീദ് മൗലവി ഈ കേസിൽ ആദ്യം പരാതിക്കാരനായും പിന്നീട് പ്രതിയായി മാറിയ റഷീദ് മൗലവി ഈ കേസിൽ മാപ്പ് സാക്ഷിയായി. അതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ് എന്ന് പറയുന്നത്. റഷീദ് മൗലവി മാപ്പ് സാക്ഷിയായതാണ്. ഇതിനിടയിൽ നമ്മൾ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ള പറവൂർ മജിസ്ട്രേറ്റ് ആയിരുന്ന താഹയുടെ ഒരു അനുഭവം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ കേസിൽ ഈ 13-ൽപ്പെട്ട നൈസാം എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ, കോട്ടയം നാട്ടകം കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ജാമ്യാപേക്ഷ അവിടെ വന്നപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒരുപാട് വട്ടം ആലോചിക്കുകയും അദ്ദേഹത്തിന് ഉറക്കം നഷ്ടപ്പെടുകയും അദ്ദേഹം ഈ കുട്ടിയുടെ ഭാവി നഷ്ടപ്പെടാതിരിക്കാനുള്ള തീരുമാനത്തിൽ നിയമത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി ജാമ്യം കൊടുക്കുകയും അതിൻ്റെ പേരിൽ 9 വർഷം അദ്ദേഹം നിരന്തരം വേട്ടയാടപ്പെടുകയും ചെയ്തിരുന്നു എന്ന് ഈ മജിസ്ട്രേറ്റായിരുന്ന താഹ തന്നെ വെളിപ്പെടുത്തിയിരുന്ന ഹരിപ്പാട് സ്വദേശിയാണ്. അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ അനുഭവങ്ങളൊക്കെ ഈ കേസിൻ്റെ ഭാഗമായിട്ടുണ്ടായി. മാത്രമല്ല, ഈ കേസിൽ പിടിയിലായ ആളുകൾ, ഇതിലിപ്പോൾ എൻ്റെ അനുഭവം മാത്രമാണ് എനിക്ക് പറയാൻ കഴിയുക. മൊത്തത്തിലുള്ള ആളുകളുടെ അനുഭവം എന്ന് പറയുന്നത് നിരന്തരമായി മറ്റുള്ളവർ വേട്ടയാടപ്പെട്ടു. ആ കേസിലുണ്ടായിരുന്ന ഫറൂഖ് കോളേജിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയുണ്ട്, എറണാകുളം സ്വദേശിയാണ്. ഫറൂഖ് കോളേജിൽ പഠിച്ച ആ വിദ്യാർത്ഥിക്ക് ഈ പോലീസ് വേട്ടയുടെ ഭാഗമായി അവിടെ തുടർ പഠനം നടത്താൻ കഴിയാത്ത പ്രതിസന്ധിയിലാവുകയും കോളേജിൽ നിന്ന് ആ കുട്ടിയെ പുറത്താക്കുകയും ചെയ്തു. നിരന്തരമായി പോലീസ് വരുന്നു എന്ന കാരണങ്ങൾ പുറത്താക്കുകയും ചെയ്തു. അവസാനം പൊതുപ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ ഇടപെട്ട് പരീക്ഷ എഴുതാൻ മാത്രമുള്ള അവസരം ആ കുട്ടിക്ക് മേടിച്ചു കൊടുക്കുകയുണ്ടായത്. അങ്ങനെ കച്ചവട സ്ഥലങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, സർക്കാർ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടവർ, ഇങ്ങനെ പല ആളുകൾ ഈ കേസിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ആളുകളാണ്. ഏതായാലും 2010 NIA കുറ്റപത്രം സമർപ്പിച്ചു. 2014 ഈ കേസിൻ്റെ വിചാരണ ആരംഭിച്ചു. 2014 ഏപ്രിൽ മാസമാണ് വിചാരണ ആരംഭിക്കുന്നത്. 2015 നവംബർ മാസം 25-ാം തീയതി ഈ കേസിൽ 5 പേരെ കുറ്റക്കാരാണെന്ന് NIA കോടതി കണ്ടെത്തി. ഈ കേസിൻ്റെ വിചാരണയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ഈ കേസിൽ വിചാരണ തുടങ്ങിയ ആദ്യത്തെ ആഴ്ച തന്നെ NIAയുടെ ഒരു ഉദ്യോഗസ്ഥൻ എന്നോട്, NIAയുടെ ഉദ്യോഗസ്ഥൻ എന്താ അയാൾക്ക് പേരില്ലെന്ന് ഓർക്കും, അയാൾ നല്ലൊരു സർവീസിലുള്ളതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്, പേരെല്ലാം കൃത്യമായി ഓർമ്മയിലുണ്ട് എല്ലാവരുടെയും. അപ്പോൾ ഈ NIAയുടെ ഈ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, റാസിക്ക് 5 പേരെ ശിക്ഷിക്കും, അതുകൊണ്ട് ഒത്തിരി പൈസ കളഞ്ഞ് വലിയ വക്കീലിനൊന്നും വെക്കണ്ട എന്ന് വിചാരണ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ അയാൾ സൂചിപ്പിച്ചു. അപ്പോൾ നീതി പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ, അല്ലേ, നമ്മളിപ്പോൾ ആശുപത്രിയിലൊക്കെ ചികിത്സയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ക്യാൻസർ ആണെന്ന് ഡോക്ടർ നേരെ പറയുമല്ലോ, നിങ്ങൾ 4th സ്റ്റേജിലാണെന്ന് ഏതെങ്കിലും ഡോക്ടർ പറയുമോ?
അത് ബന്ധുക്കളെ വിളിച്ചിട്ടല്ലേ പറയുക. ഇവിടെ അതൊന്നുമില്ല. ഈ അനുഭവം തന്നെയാണ് നമുക്കുണ്ടായത്. NIA കോടതിയിൽ കോടതിയുടെ വരാന്തയിൽ നിന്നുകൊണ്ട് ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞു 5 പേരെ ശിക്ഷിക്കും. എന്തായാലും അതിനൊരു ഗുണമുണ്ടായി. ആ ദിവസം മുതൽ ഏതാണ്ട് 100 സിറ്റിങ്ങുകളാണ് ഈ 1.5 വർഷത്തിനിടയിൽ ഉണ്ടായത്. നമ്മൾ ഓരോ ദിവസവും പാകപ്പെടുകയായിരുന്നു. ജയിലിലേക്ക് പോകേണ്ട ഒരാളെന്നുള്ള മുൻകൂട്ടി അറിയിപ്പ് കിട്ടിയതുകൊണ്ട് നമ്മളതിലേക്ക് പാകപ്പെടുകയായിരുന്നു, നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തുകയായിരുന്നു. ഏതായാലും അങ്ങനെ പറഞ്ഞു. ട്രയൽ നടന്നു. ട്രയൽ NIA കോർട്ടിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കൊക്കെ അറിയാം. ഇൻ ക്യാമറയാണ്, അടച്ചിട്ട കോടതി മുറിയാണ്. അവിടെ പ്രതികളും പ്രതികളുടെ വക്കീലും പ്രോസിക്യൂഷൻ്റെ വക്കീലും കോടതി ഉദ്യോഗസ്ഥന്മാരും മാത്രമാണ് ഉണ്ടാവുക. അടച്ചിട്ട കോടതിയിലെ വിചാരണയാണ്. അടച്ചിട്ട കോടതിയിലെ വിചാരണയ്ക്കിടയിലും ഈ മാധ്യമങ്ങളിൽ ഏജൻസികൾ കൊടുക്കുന്ന ന്യൂസുകളുണ്ടാവുമല്ലോ. സാക്ഷികളെ സ്വാധീനിക്കാൻ പ്രതികൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് മലയാള മനോരമയിൽ വാർത്ത വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എതിരെയുള്ള ഒരു ടൂളായി ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ കോടതിയിൽ കംപ്ലയിൻറ്റ് ചെയ്തു. കോടതി വാൺ ചെയ്തു. പ്രോസിക്യൂട്ടറോട് പറഞ്ഞു ഇനി ആവർത്തിക്കരുതെന്ന്. എന്നാൽ പിന്നെയും വന്നു. വീണ്ടും കോടതി ചെയ്യുന്ന എന്താ, പിന്നെയും വാൺ ചെയ്തു. വേറൊന്നും സംഭവിച്ചില്ല. ഏതായാലും 2 തവണ അങ്ങനെ വാർത്ത വന്നു. ട്രയലിലുടനീളം തീർത്തും നമുക്ക് നീതിയുക്തമെന്ന് അദ്ദേഹം അഭിനയിക്കാൻ ശ്രമിച്ചെങ്കിലും ആ കേസിൽ പ്രോസിക്യൂഷൻ വേണ്ടത്ര പര്യാപ്തമാകുന്നില്ല എന്ന പരിഭവമായിരുന്നു കോടതിക്കുണ്ടായിരുന്നത്. പ്രോസിക്യൂഷൻ വേണ്ട പോലെ പെർഫോം ചെയ്യുന്നില്ല. ഇതിനിടയിൽ ഈ നമ്മുടെ കേസിലൊക്കെ അകപ്പെടുത്തി കേസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മോശമാക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥന്മാരുടെ തിക്ത അനുഭവം നമുക്ക് കോടതിയിൽ നിന്ന് തന്നെ കാണേണ്ടി വന്നു. ഈ നമ്മൾ പരലോകത്തൊക്കെ ശിക്ഷ കിട്ടും നമ്മൾ പറയല്ലേ, പരലോകത്ത് എന്തായാലും അവർക്ക് പരലോകത്ത് കിട്ടുമല്ലോ. പക്ഷേ ഇഹലോകത്ത് തന്നെ അവർ നാണം കെടുന്ന സാഹചര്യങ്ങൾ പടച്ചവൻ നമ്മുടെ ദുർബലതയോ അല്ലെങ്കിൽ ദ്വാ ചെയ്ത ആളുകളുടെ ക്വാളിറ്റി കൂടുതലോ കൊണ്ട് പടച്ചവൻ നമ്മുടെ മുമ്പിൽ തന്നെ ഈ ആളുകൾ നിന്നിരാകാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കേസിൻ്റെ വിചാരണ, ഈ കേസിൽ ആദ്യം അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന KN രാജേഷ് എന്ന് പറയുന്ന ഓഫീസർ, അയാൾ 5 ദിവസമാണ് കോടതി വിസ്തരിച്ചത്. 5ാമത്തെ ദിവസം കോടതിയിൽ വെച്ച് കോടതി പറഞ്ഞത് തൊപ്പിയും യൂണിഫോമും അഴിച്ചു വെപ്പിച്ചിട്ട് ഇവിടെ നിന്ന് ഇറക്കി വിടുമെന്ന് കോടതി പറഞ്ഞു. അയാൾ കരഞ്ഞുകൊണ്ടാണ് കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഈ 17 പേരെ കൂട്ടിൽ നിൽക്കുന്ന ഈ 17 ആളുകളെയും സാക്ഷി നിർത്തി അയാൾ കരഞ്ഞാണ് കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് 5ാം ദിവസം. എന്നിട്ട് ഈ കേസിലെ സീനിയർ അഡ്വക്കേറ്റ് ആയിരുന്ന മഞ്ചേരി കോടതിയിലെ ജഡ്ജിയൊക്കെ ആയിരുന്ന അഡ്വക്കേറ്റ് VT രഘുനാഥ് ഉണ്ട്. അദ്ദേഹത്തെ ഇടയ്ക്ക് പോയി ഈ രാജേഷ് പരിഭവം പറയുന്നുണ്ട് വല്ലാതെ. ഞാൻ പിടിച്ച പ്രതികളല്ലേ, അവർ മുമ്പ് വെച്ച് കോടതി എന്നെ ഇങ്ങനെ നാണം കെടുത്താമോ, എൻ്റെ സർവീസിലെ ആദ്യത്തെ തിക്ത അനുഭവമാണ് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് അയാൾ ഭയങ്കര ഇതാകുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ആ നാണം കെടുന്നത് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ നമ്മൾ കണ്ടിരുന്നു. ഈ കേസിനെ ഏറ്റവും മോശമാക്കിയ ആൾ നേരത്തെ ഞാൻ പറയുക ശശിധരനാണ്. അയാളിപ്പോൾ സർവീസിലുണ്ടോ റിട്ടയർ ചെയ്തോന്ന് എനിക്കറിയില്ല. അയാൾക്കാണ് ആ വർഷത്തെ രാഷ്ട്രപതിയുടെ ഏറ്റവും മികച്ച പോലീസ് ഓഫീസർക്കുള്ള അവാർഡ് കിട്ടുന്നത്. അദ്ദേഹത്തിന് തന്നെ കിട്ടുകയും ചെയ്യണം. അപ്പോൾ ഏതായാലും ആ അവാർഡ് കിട്ടി. ഈ അവാർഡ് സന്തോഷം. അപ്പോൾ അതിനിടയിൽ ശശിധരൻ വന്നു. അയാളുടെ വിചാരണ കഴിഞ്ഞ് അയാൾ പോയി. ഒരു ഹയർ ഓഫീസർ എന്ന നിലയ്ക്ക് വലിയ ചോദ്യങ്ങളൊന്നും അവിടെ കോടതിയിൽ ഉണ്ടായില്ല. അയാൾ പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ആ വർഷത്തെ രാഷ്ട്രപതിയുടെ അവാർഡ് അദ്ദേഹത്തിനാണെന്ന് പത്രവാർത്ത വരുന്നത്. അപ്പോൾ പ്രോസിക്യൂട്ടർക്ക് ഭയങ്കര ഇരട്ടി മധുരം കഴിക്കുന്ന ഒരു അനുഭവമാണല്ലോ. അദ്ദേഹം കോടതിയോട് ഈ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി അഡ്വക്കേറ്റ് PG മനു, പ്രോസിക്യൂട്ടർ അയാളായിരുന്നു, അയാൾ കോടതിയോട് പറഞ്ഞു, അന്ന് കോടതി തുടങ്ങുമ്പോൾ തന്നെ എണീറ്റെന്ന് പറഞ്ഞു, സർ ഒരു വലിയ സന്തോഷ വാർത്തയുണ്ട്, ഈ കേസ് അന്വേഷിച്ച S ശശിധരനാണ് ഈ വർഷത്തെ രാഷ്ട്രപതിയുടെ മികച്ച പോലീസ് ഓഫീസർക്കുള്ള അവാർഡ് എന്ന് പറഞ്ഞതും NIA കോടതി ജഡ്ജി KN ബാലേന്ദ്രൻ പറഞ്ഞ്, പ്രോസിക്യൂട്ടർക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനൊരു കാര്യം പറയാം, അതൊന്ന് പിൻവലിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ നിങ്ങളത് രാഷ്ട്രപതി ഭവനെ അറിയിക്കാൻ പറഞ്ഞു. ഈ കേസിനെ ഇത്രയേറെ നശിപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്തം ഈ ശശിധരനാണെന്നാണ് കോടതി പിന്നെ പറഞ്ഞത്. ശിക്ഷിക്കാൻ പാകത്തിന് തെളിവുകളില്ല എന്നുള്ളതാണ് കോടതിയുടെ ആശങ്കയെങ്കിലും യഥാർത്ഥത്തിൽ ശശിധരനും ആ കോടതിയിൽ നിന്ന് ഈ 17 പ്രതികളുടെയും അവരുടെ അഭിഭാഷകരുടെയും മുമ്പിൽ ശശിധരൻ്റെ മാനവും അവിടെ തന്നെ അഴിഞ്ഞു വീണു. ഈ കേസിൽ പിന്നെ ഇടപെട്ട മാധ്യമപ്രവർത്തകരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. അവർക്ക് ഇതൊക്കെ തന്നെ ആയിരിക്കും അവരുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള അനുഭവം. ഏതായാലും വിചാരണ നടന്നു. വിചാരണ കാലയളവിൽ 100 സിറ്റിങ്ങുകളാണ് വിചാരണ ഉണ്ടായിരുന്നത്. ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നവംബർ 25-ാം തീയതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഞങ്ങളെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് ഞങ്ങളെ അയച്ചു. 5 ദിവസത്തിന് ശേഷം നവംബർ 30-ാം തീയതി ഞങ്ങൾക്കുള്ള ശിക്ഷ കോടതി വിധിച്ചു. 1ഉം 2ഉം പ്രതികൾക്ക് 14 വർഷവും 2ഉം 3ഉം 4ഉം 5ഉം പ്രതികൾക്ക് 12 വർഷമാണ് ശിക്ഷ വിധിച്ചത്. സത്യത്തിൽ വലിയ ഷോക്കുള്ളൊരു വിധിയായിരുന്നു. ശിക്ഷ വിധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലും അതിന് തൊട്ടുമാണ് കൈവെട്ട് കേസിൻ്റെ ശിക്ഷ വിധിക്കുന്നത്. അതിന് 7 വർഷം ശിക്ഷ കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷ ഒരു 5-ൽ നിൽക്കുമെന്നുള്ളതായിരുന്നു. നമ്മൾ അങ്ങനെയാണല്ലോ കണക്ക് കൂട്ടുക.
കാരണം ആക്ഷനൊന്നും ഇല്ലല്ലോ ഈ കേസ് ഇതിൽ, പ്രസംഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ആവറേജ് പ്രതീക്ഷ ഒരു 5 നിൽക്കും. വേണമെങ്കിൽ ജാമ്യം കോടതിക്ക് തന്നെ അവിടെ തരാം എന്നൊക്കെയുള്ളൊരു നമ്മുടെ ഒരു ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ. പക്ഷെ കിട്ടിയത് 14 വർഷമാണ്. കേസ് സാധാരണ എല്ലാ കേസുകളും വക്കീലന്മാർ ഉണ്ടാവില്ല, അവർക്കൊക്കെ അറിയാം. സാധാരണ കേസുകളിൽ പല വകുപ്പുകളിൽ പല ശിക്ഷ വിധിച്ചാലും ഒന്നിച്ച് കൺകറൻ്റായിട്ട് ഒന്നിച്ച് അനുഭവിച്ചാൽ മതി. പക്ഷേ ഈ കേസിൽ കോടതി പറഞ്ഞത് എല്ലാം വെവ്വേറെ അനുഭവിച്ചിട്ട് പോയാൽ മതി, അനുഭവിച്ചോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ ശിക്ഷ 12ഉം 14ഉം ഒക്കെ ആയത്. ഏതായാലും ഒരു ചെറിയ സെക്കൻഡ് നേരം നമ്മളും സ്തബ്ധമായിപ്പോയി. കാരണം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് 14 വർഷം കണക്കൂട്ടുമ്പോൾ എൻ്റെ മോളുടെ വിവാഹത്തിനായിരിക്കും മിക്കവാറും വീട്ടിലേക്ക് വരാൻ കഴിയുക എന്നുള്ള ഒരു ഫീലിംഗാണ് എനിക്ക് പെട്ടെന്ന് വന്നത്. അങ്ങനെയാണല്ലോ, വാപ്പ എന്നുള്ളതൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ വരിക. അപ്പോൾ ആ ഒരു ഫീലിംഗാണ് പെട്ടെന്നുണ്ടായത്. ഏതായാലും അതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്തു. കാരണം നമ്മളെ കാത്തിരിക്കുന്ന, നമ്മളുടെ മാനസിക നില എന്താണ് എന്നറിയാൻ കാത്തിരിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ പുറത്തുണ്ട്. ഇത് പത്രങ്ങളിൽ നമ്മുടെ ഫേസ് എന്തായിരിക്കും, അവൻ സങ്കടത്തോടെയാണോ പോകുന്നത് അതോ അഭിമാനത്തോടെയാണോ പോകുന്നത് എന്നൊക്കെ കാത്തിരിക്കുന്ന മനുഷ്യന്മാരുണ്ടാവുമെന്ന ബോധം എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരികയും ഞാനത് വീണ്ടെടുക്കുകയും ചെയ്തു. ഏതായാലും കോടതിയിലേക്ക് പോയി. 2006 ഞങ്ങൾ ഈ 1 മാസം വിയൂർ സെൻട്രൽ ജയിലിലാന്ന് പറഞ്ഞല്ലോ. അന്ന് ഞങ്ങൾ ജയിലിലേക്ക് പോയി 1-ാം ദിവസം അവിടെ ജയിലർ പരിശോധനകൾക്ക് വേണ്ടി ഹാജരാക്കും ജയിലറിന് മുമ്പിൽ. അന്ന് ജയിലർ വിവരങ്ങളൊക്കെ ചോദിച്ചിട്ട് തൊട്ടടുത്തുനിന്ന് വേറൊരു ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ ഉത്തരേന്ത്യയിലെ കാണുന്ന പോലെ ഇമാരെ നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലാൻ വല്ല വകുപ്പുണ്ടോ എന്ന് ചോദിച്ചു. 2006 ഒരു ഉദ്യോഗസ്ഥൻ്റെ മാനസികാവസ്ഥയാണത്. ഒരു 3 നക്ഷത്രമൊക്കെ ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ മാനസികാവസ്ഥയുടെ പ്രതിഫലനമായിരുന്നു ആ ഉത്തരവെന്ന് പറയുന്നത്. പക്ഷെ 2015 കാക്കനാട് ജില്ലാ ജയിലിലേക്ക് ശിക്ഷയും വാങ്ങി പോകുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ ചാനലിലൂടെയൊക്കെ വാർത്തകൾ അറിഞ്ഞിരുന്നു. അവർ ചോദിച്ച്, എന്ത് കോടതിയാണിത്, ഒന്ന് പ്രസംഗിച്ചതിനാണോ ഇത്ര ശിക്ഷ എന്നാണ് 2015 ചോദിക്കുന്നത്. നമ്മൾ 2006 മുതൽ 2015 വരെയുള്ള കാലയളവിൽ ഈ നമ്മുടെ രാജ്യം കൂടുതൽ വഷളാവുകയാണ് ഉണ്ടായതെങ്കിലും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും നീതി ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരുടെയും ഇടപെടൽ കൊണ്ട് ഇതൊക്കെ കെട്ടുകഥകളാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നതിൻ്റെ ഒരു വലിയ അനുഭവമാണ് 2006ഉം 2015ഉം തമ്മിലുള്ള ഈ അനുഭവങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത്. ഏതായാലും ഈ 2015 ഈ അനുഭവം കൊണ്ടാണ് ഞങ്ങൾ ജയിലിലേക്ക് പോകുന്നത്. അങ്ങനെ ജയിലിലെത്തി. ജയിലിൽ പോകുമ്പം തന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞു, പാകപ്പെടുത്തി വരികയായിരുന്നു ജീവിതത്തെ. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത തീരുമാനം എന്ന് പറയുന്നത്, ജയിലിൽ വരണമെന്ന് തീരുമാനിച്ച് പടച്ചതമ്പുരാനാണ് അല്ലേ. ഇനി ഈ ജയിലിൽ നിന്ന് പുറത്തു പോകാൻ അള്ള തീരുമാനിച്ചാൽ അല്ലാതെ സാധ്യമാകില്ല. അതാണ് ആദ്യം നമ്മൾ വരുത്തിയ യക്കീനോടെ മനസ്സിൽ എടുത്ത ഒരു തീരുമാനം. പടച്ചവൻ തീരുമാനിച്ചകത്തു വന്നു, പടച്ചവൻ തീരുമാനിച്ചാൽ പുറത്തു പോകുന്നു. അതുകൊണ്ട് ധൃതി വെക്കണ്ട എന്ന് തീരുമാനിച്ചു മനസ്സുകൊണ്ട് തന്നെ. അങ്ങനെ നിയത്തി ചെയ്ത് നമ്മൾ ജയിലിലേക്ക് കയറി. അകത്തെത്തി നമ്മളെടുത്ത തീരുമാനം എന്ന് പറയുന്നത്, നമ്മൾ എവിടെയാണെങ്കിലും പ്രവർത്തിക്കണം അല്ലേ, എവിടെയാണെങ്കിലും പ്രവർത്തിക്കണം. നമ്മൾ പുറത്താണെങ്കിൽ പ്രവർത്തിക്കണം, അകത്താണെങ്കിൽ പ്രവർത്തിക്കണം. ഇപ്പോൾ ജയിലിൻ്റെ കാലയളവ് എത്ര ദിവസമാണോ ഈ ജയിലിലുള്ളത് അത്രയും കാലം ഏറ്റവും സജീവമായി ജയിലിനകത്ത് ഇടപെടുക. ഈ 2 തീരുമാനങ്ങളിലായിരുന്നു നമ്മൾ ജയിലിനകത്തേക്ക് എത്തിയത്. അപ്പോൾ ശിക്ഷിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ മുതൽ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്, ജയിലിൽ ലൈബ്രറി ഉണ്ടല്ലോ. അപ്പം ലൈബ്രറിയിൽ ഒരു പണി കിട്ടിയാൽ നമുക്ക്, കാരണം കഠിന തടവായതുകൊണ്ട് ജോലി എടുക്കണം, ശിക്ഷയുടെ ഭാഗമാണത്. അപ്പോൾ ലൈബ്രറിയനായാൽ പുസ്തകങ്ങൾ വായിക്കാമല്ലോ. അതുകൊണ്ട് പടച്ചവനെ എനിക്ക് എന്നെ ജയിൽ ലൈബ്രറിയനാക്കണേ എന്നാണ് ഞാൻ പടച്ചവനോട് ദുആ ചെയ്തത്. പക്ഷേ ജയിലിലെത്തി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ജോലി കിട്ടിയത്. അപ്പോൾ എന്നോട് വെൽഫെയർ ഓഫീസർ ദിവസം വിളിച്ച് പറഞ്ഞ്, വൈറ്റ് കോളർ ജോബിനൊന്നും കാത്തിക്കണ്ട, ഏതും കിട്ടുന്ന ജോലി കയറിക്കണമെന്ന് പറഞ്ഞ്. എന്നാലും ഒരു പ്രതീക്ഷ, എന്തെങ്കിലും നല്ല ജോലി വേണമല്ലോ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് എന്നെ ജയിൽ ഹോസ്പിറ്റലിലേക്കാണ് പോസ്റ്റ് ചെയ്തത്. അപ്പം ദുആ കേൾക്കാത്തതിൻ്റെ ഒരു ചെറിയ വിഷമം എനിക്കുണ്ടായെങ്കിലും സാരമില്ല, ജയിൽ ഹോസ്പിറ്റലിൽ പോയി ജോലി ചെയ്യാം എന്ന് തീരുമാനിച്ചു. ജയിലിൽ ഏറ്റവും വളരെ ആരും ആഗ്രഹിച്ചു പോകുന്ന ജോലികളിൽപ്പെട്ട ഇതൊക്കെ, ഈ ജയിൽ ഹോസ്പിറ്റലൊക്കെ. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റൽ ദന്ത ഡോക്ടറുടെ ഓർഡർലി ആയിട്ടാണ് ജോലി. ഒന്നുമില്ല, പണിയൊന്നുമില്ല, അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു 3 മാസം ജോലി ചെയ്യുമ്പോഴാണ് അതുവരെ കേരളത്തിലുണ്ടായിരുന്ന ഷാദുലിയും അൻസാറിനെയും ഗുജറാത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് അവിടെ നിന്ന് ഉത്തരവ് വന്നത്, അവിടുത്തെ കോടതിയുടെ. അങ്ങനെ അവർ കേരളത്തിൽ നിന്ന് പോകാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് അവർ വെവ്വേറെയായി വന്ന് ഡോക്ടറെ കണ്ട് സമീപിച്ച്, ദന്ത ഡോക്ടറല്ല ജയിൽ ഡോക്ടറെ സമീപിച്ച് അവരെന്ത് ചെയ്ത് അവിടെ നിന്ന് ലീവ് സാങ്ഷനാക്കി. ജയിൽ സൂപ്രണ്ട് ഇതൊന്നും അറിയാതെ, ജയിൽ സൂപ്രണ്ട് ഇവർക്ക് AC ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്ത്, വേറെ ഒരിടത്തും കിട്ടാതെ AC ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്ത് എങ്ങനെയെങ്കിലും തല്ലിപ്പായച്ച് വിടാമെന്നുള്ള ആഗ്രഹത്തിൽ അദ്ദേഹം ആഗ്രഹിച്ചിരിക്കുകയാണ്.
സൂപ്രണ്ട് പിന്നെ വരുമ്പോഴാണ് അറിഞ്ഞു ഇവർ രണ്ടുപേരും പോയിട്ടില്ല എന്ന്. അപ്പോൾ സൂപ്രണ്ടിൻ്റെ തലയിൽ ഒരു ബുദ്ധി ഉദിച്ചത്, ഡോക്ടറെ ആരെങ്കിലും സ്വാധീനിച്ചിട്ടായിരിക്കും ഡോക്ടറെ എഴുതി കൊടുത്തതെന്ന് സൂപ്രണ്ട് വെറുതെ തീരുമാനിച്ചു. അയാൾ അന്ന് ഡോക്ടറുടെ ഓർഡർലിമാരായിട്ട് ഉള്ള വർക്ക് ചെയ്യുന്നതിൽ ഒരാൾ ഞാനും, ഒന്ന് കൈവിട്ട് കേസിലുണ്ടായിരുന്ന യൂനിസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം മെഡിക്കൽ ഫീൽഡിലുള്ള ആളായിരുന്നു, യൂനിസും ആയിരുന്നു. അപ്പം സൂപ്രണ്ടിന് പെട്ടെന്ന് തോന്നി ഇവർ രണ്ടുപേരും വഴി സ്വാധീനിച്ചതാണെന്ന് സൂപ്രണ്ട് വെറുതെ തെറ്റിദ്ധരിച്ചു. ജയിലിലൊന്നും അങ്ങനെ സ്വാധീനിക്കാൻ പറ്റില്ല എന്ന് മിനിമം വിചാരിക്കണ്ടേ സൂപ്രണ്ട്, അത് വിചാരിച്ചില്ല അദ്ദേഹം. അങ്ങനെ എന്നെയും യൂനിസിനെയും അവിടെ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. അപ്പോൾ യൂനിസ് സാഹിബ് പുറത്താക്കിയെന്ന സാധനമൊക്കെ എടുത്ത് നമുക്കെന്നാൽ റൂമിൽ പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഞാൻ അങ്ങനെ വരികയില്ല, എനിക്ക് സൂപ്രണ്ടിനെ കയറി കണ്ടിട്ട് എന്തിനാണ് എന്നെ പുറത്താക്കിയെന്ന് അറിയണം. കാരണം ജയിലിൽ 3-4 മാസം ആയതുള്ളൂ, നമ്മളൊരു കറപ്റ്റഡ് ആണ് എന്ന് വരരുതല്ലോ, നമ്മൾ സർവീസ് തുടങ്ങുന്നല്ലോ അവിടെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അവിടെ അനുവാദം മേടിച്ച് സൂപ്രണ്ടിൻ്റെ അടുത്ത് കയറി ചോദിച്ച് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചോദിച്ചു, സാറേ എന്താണ് അവിടുത്തെ പുറത്താക്കിയത്? അത് ഞാൻ സൂപ്രണ്ട് എന്നുള്ള അധികാരത്തിൽ പുറത്താക്കിയതാണ്, എന്തെങ്കിലും കറപ്ഷൻ ഉള്ളതുകൊണ്ടാണോ പുറത്താക്കിയെന്ന് ചോദിച്ചു. ഒരു കറപ്ഷനല്ല, എൻ്റെ തീരുമാനമാണ്, പൊക്കളാൻ പറഞ്ഞു. ഏതായാലും റൂമിലേക്ക് പോയി. പക്ഷേ ഡോക്ടർ വന്ന് സൂപ്രണ്ടിൻ്റെ അടുത്ത് പിറ്റേന്ന് വന്ന് കയറി പറഞ്ഞു യൂനിസിനെ റാസിക്കിനെ തിരിച്ച് പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അവിടെ. കാരണം നമ്മൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം സിറിഞ്ച് എടുത്ത് നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ നമ്മൾ ലഹരി മാഫിയയുടെ ആളല്ല, ആർക്കും ഏൽപ്പിക്കാൻ ധൈര്യമായിട്ട്. എന്നെ പ്രതികളെക്കുറിച്ചൊരു ഗുണമാണ് ജയിലിൽ, അത് എന്ത് പണി ഏൽപ്പിക്കാം, അവർ വേറൊരു പ്രശ്നം ഉണ്ടാക്കാൻ അവിടെ. പക്ഷേ സൂപ്രണ്ട് പറഞ്ഞ് അത് നടക്കുകയല്ല, ഞാൻ സൂപ്രണ്ടല്ലേ, ഡോക്ടറല്ലല്ലോ മൂടി, സൂപ്രണ്ടല്ലേ മൂടി. സൂപ്രണ്ട് പിന്നെ തിരിച്ചു വരിക എന്നാൽ അദ്ദേഹത്തിന് കുറച്ചിലായതുകൊണ്ട് അദ്ദേഹം പോണ്ടാന്ന് പറഞ്ഞു. ഏതായാലും പണിയൊന്നുമില്ലാതെ കുറേ ദിവസം കൂടെ അങ്ങനെ ഇരുന്നപ്പം ഒരു ദിവസം സൂപ്രണ്ട് വിളിക്കുന്നു, ക്ലാസ്സിക്ക് നാളെ ഒരു ലൈബ്രറിയിൽ പോയി ജോലി ചെയ്യാൻ പറഞ്ഞു. അപ്പം മനസ്സിലായി ദുബായിക്കൊക്കെ ഉത്തരം കിട്ടുമെന്ന് മനസ്സിലായി. ലൈബ്രറിയിൽ പോയി ജോലി ചെയ്യാൻ പറഞ്ഞു. സൂപ്രണ്ട് തന്നെയാണ് വിളിച്ച് പറയുന്നത്. അങ്ങനെ ഞാൻ ജയിൽ ലൈബ്രറിയനായിട്ട് ചാർജ് എടുത്തു. ജയിലിൽ നിന്ന് വരുന്നത് വരെ ജയിൽ ലൈബ്രറിയനായിരുന്നു. ഈ ജയിൽ ലൈബ്രറി ഞാൻ പോകുമ്പോൾ ഒരു കുത്തഴിഞ്ഞ ഒരു സ്ഥാപനമാണ്. ജയിലിൽ പ്രത്യേകിച്ച് വായിക്കാനൊന്നുമില്ലല്ലോ. പിന്നെ തടവുകാരുടെ മനോഹരമായ പല ആശയങ്ങളുണ്ട്. അതിൽ ഏറ്റവും കനം കൂടി ഇപ്പോൾ ദസ്തയോസ്കിയുടെ കുറ്റവും ശിക്ഷയൊക്കെ എടുത്തുകൊണ്ടിട്ട് അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ, അവരവിടെ കണ്ടിട്ടുള്ളൊരു ശീലം, അവർ നടുക്ക് എന്ത് ചെയ്യും, പുസ്തകത്തിൻ്റെ പുറംചട്ടയും അകത്തൊരു 10-20 പേജ് അപ്പുറം ഇപ്പുറം സെറ്റ് ചെയ്തിട്ട് നടുക്ക് വലിയൊരു ദ്വാരം ഉണ്ടാക്കും. അതിലാണ് രഹസ്യമായിട്ട് മൊബൈൽ എടുത്ത് സൂക്ഷിക്കുന്നത്. അപ്പം പിന്നെ ആരെങ്കിലും റെയ്ഡിന് കയറിയാലൊക്കെ കുറ്റവും ശിക്ഷയായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, നല്ല കുട്ടികളാണെന്നൊക്കെ വിചാരിച്ചിറങ്ങിപ്പോകും. അങ്ങനെ മനോഹരമായ കലാപരിപാടികളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് ഇഷ്ടം പോലെ. ഏതായാലും ലൈബ്രറി എന്നെ ഏൽപ്പിച്ചു. അല്ലെന്തെല്ലാം നമ്മൾ ലൈബ്രറി കേന്ദ്രമായിട്ട് നമ്മൾ പുറത്ത് ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് ശീലമുള്ള മനുഷ്യന്മാരല്ലേ. അപ്പോൾ നമ്മൾ ലൈബ്രറി കേന്ദ്രമായിട്ട് കുറേ പ്രൊജക്റ്റുകൾ അന്ന് ജയിലിൽ ചെയ്തു. വായനക്കാർക്ക് പുതിയ വായനക്കാരെ ആകർഷിക്കാനുള്ള പല പ്രൊജക്റ്റുകൾ ജയിലിന് കൊടുത്തു. അങ്ങനെ ഒരു നല്ല ഒരു കേന്ദ്രമായി ജയിൽ ലൈബ്രറി മാറി. പിന്നെ അവിടെ ഉണ്ടായൊരു അനുഭവം എന്ന് പറയുന്നത്, അന്നത്തെ ആ കാലയളവിലുള്ള ജയിൽ വെൽഫെയർ ഓഫീസർമാരൊക്കെ എന്നെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിരുന്നു. അവർ ആ വർഷം മുതലുള്ള പുസ്തക പർച്ചേസിന് ഏതാണ്ട് 2 ലക്ഷം രൂപ വരെ പർച്ചേസ് എവരി ഇയർ ജയിലിൽ നടക്കും, 1.5 മുതൽ 2 ലക്ഷം വരെ. ഈ പുസ്തകം വാങ്ങാനുള്ള ലിസ്റ്റ് ഉണ്ടാക്കേണ്ട പണി എനിക്ക് കിട്ടി. അപ്പോൾ അതൊരു വലിയൊരു സാധ്യതയാണല്ലോ. അപ്പോൾ നമുക്ക് വായിക്കാൻ ആവശ്യമുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്യും, ആ പുസ്തകം വരും അകത്ത്. പിന്നെ അങ്ങനെ നമ്മൾ ചെയ്തു. ആ കാലത്താണ് ജയിൽ ലൈബ്രറി ഇതിൻ്റെ ഒരു ഫോക്കസ് അല്ലെങ്കിൽ കൂടിയും, ഞാൻ പോലീസും മാധ്യമങ്ങളുമാണ് നമ്മുടെ ഫോക്കസ് എങ്കിൽ കൂടിയും ഞാൻ എൻ്റെ ഒരു അനുഭവം എന്ന് നിലയ്ക്കാൻ പറയാം, അവിടെ ഇസ്ലാമിക് ബുക്സുകളുടെ ഒരു കുറവ് വലിയ തോതിൽ അനുഭവപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്ന് പള്ളിയുമായി ബന്ധപ്പെട്ട് അവിടെ വരുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ജയിൽ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് കുറച്ച് മതപരമായ പുസ്തകങ്ങൾ, എല്ലാ മതത്തിൻ്റെയും വന്നോട്ടെ, അതിൽ ഇസ്ലാമിക് ബുക്സ് നമുക്ക് വായിക്കാൻ വേണം എന്ന് പറഞ്ഞ് അവരെത്തിച്ചു. അതിലാണ് ബുദ്ധൻ യേശു മുഹമ്മദ് എന്ന പേരിൽ ഉള്ള ഷമീം സാഹിബിൻ്റെ പുസ്തകം ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പുസ്തകം ജയിലിൽ വന്നു. പക്ഷെ പിന്നീട് ഒരാൾ കേരള ഹൈക്കോടതിയിൽ ജമാഅത്ത് ഇസ്ലാമി നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഏതൊരു മാനസിക നില തെറ്റിയ ഒരാൾ, കാക്കനാട് സ്വദേശി, പരാതി കൊടുത്തത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അയാൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ വഴിതെറ്റിയ പോക്കിൻ്റെ ഉദാഹരണമായി സൂചിപ്പിച്ച ഒരു പുസ്തകം ഇതായിരുന്നു. അപ്പോൾ ജയിലിൻ്റെ അകത്തും സഖാക്കൾ എനിക്കെതിരെ ആകുന്ന പോലെ പണിയെടുക്കുന്നുണ്ടായിരുന്നു ജയിലിൻ്റെ അകത്ത്. അപ്പോൾ ഈ ജയിൽ ലൈബ്രറി എന്ന് പറയുന്ന ഒരു ഏറ്റവും മനോഹരമായൊരു പോസ്റ്റാണ്. അവിടെ പല ആവശ്യങ്ങളും നടക്കും. റെയ്ഡ് നടക്കാത്ത സ്ഥലമാണ്. മൊബൈൽ റീചാർജ് ചെയ്യാൻ പാകത്തിന് പ്ലഗുകളുണ്ട്. നമുക്കാണെങ്കിൽ ഒന്നും ആവശ്യമില്ലാത്ത പ്ലഗ് പോയിൻ്റ് ഉള്ളതുകൊണ്ട് അവർക്കത് വലിയൊരു ആഗ്രഹമായിരുന്നു ആ സ്ഥാനം കിട്ടുക എന്നുള്ളത്. അപ്പോൾ അത് പരാതികളായിട്ട് എങ്ങനെ പോവുക. അപ്പോൾ അതിലൊരു സഖാവ് പിന്നീട് അയാൾ എന്നോട് മാപ്പൊക്കെ പറഞ്ഞ്, അയാൾ ഈ പത്രം വായിച്ചപ്പം ലൈബ്രറിയിൽ ഈ പുസ്തകം റാസിക്കുണ്ടെങ്കിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ എന്നുള്ള ഒരു കുടലബുദ്ധി അവൻ തോന്നുകയും അത് ലൈബ്രറി എല്ലാം കയറി പരിശോധിച്ച് പോയി റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്ത്. അപ്പം വെൽഫെയർ ഓഫീസർ വല്ലാത്ത ഭാവത്തിൽ എന്നോട് ഒരു ഉമ്മയെപ്പോലെയാണ് അവർ ലേഡിയായിരുന്നു പെരുമാറിയിരുന്നത്. അതുവരെ അവർ വിളിച്ചു,
എനിക്ക് ലിസ്റ്റ് നിൻ്റെ പുസ്തകം ഉണ്ടെങ്കിൽ ഹാജരാക്കാൻ പറഞ്ഞു. പുസ്തകം ഹാജരാക്കി. ഈ പുസ്തകമുണ്ട്. അപ്പോൾ എന്താ മാഡം വിഷയം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പിന്നെ ഇത് നിരോധിച്ച പുസ്തകമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിരോധിച്ച പുസ്തകമല്ലല്ലോ, പത്രം ഞാനും വായിച്ചിട്ടുണ്ടല്ലോ, ഇത് കോടതി ഇങ്ങനെ വിശദീകരണം ചോദിച്ചപ്പോൾ ഇതിൽ പെട്ട പുസ്തകമല്ലേ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് നീ എന്നെ എനിക്ക് മാനഹാനി ഉണ്ടാക്കാൻ വേണ്ടി നീ അത് ചെയ്ത് ശരിയല്ല റാസിക്ക, നിന്നെ ഞാൻ എത്ര വിശ്വാസത്തിലാണ് കാര്യങ്ങൾ ഏൽപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ഒരു പണി ഏതായാലും ഏസി അവിടെ. അങ്ങനെ ആ പുസ്തകം അവിടെ നിന്ന് അവരെടുത്ത് മാറ്റി. അത്രേ സംഭവിച്ചുള്ളൂ. ഏതായാലും ആ ജയിലിലെ കാലയളവിൽ നമ്മൾ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്തു. എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ UAPA കേസിലൊക്കെ ഉള്ള ആളുകൾ ജയിലിൻ്റെ അകത്ത് വിദ്യാഭ്യാസപരമായ ആക്ടിവിറ്റി, ഇഗ്നോയുടെ ഒരു സെൻട്രൽ ജയിലുണ്ടായിരുന്നു. ആ സെൻറ്ററിനെ വളരെ മനോഹരമായ നിലയിൽ അവർ ഡെവലപ്പ് ചെയ്തു. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു, പഠിപ്പിച്ചു. പിന്നെ അതുപോലെ നമ്മൾ ജയിലിൻ്റെ അകത്ത്, കേരളത്തിൽ ആദ്യമായി ജയിലിൻ്റെ അകത്ത് ഒരുപാട് പരിഷ്കാരങ്ങൾ നമുക്ക് നടപ്പാക്കാൻ പറ്റി. അതിലൊന്ന് ജയിലിൻ്റെ അകത്ത് ഇൻറ്റേർണൽ റേഡിയോ സ്റ്റാർട്ട് ചെയ്തു. ഫ്രീഡം മെലഡി റേഡിയോ എന്നുള്ള പേരിൽ നമ്മളൊരു റേഡിയോ സ്റ്റാർട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ ഒക്കെ ഈ പ്രമുഖരായ ആളുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യും, അതിൽ സംപ്രേഷണം ചെയ്യും. പിന്നെ ജയിലിൽ നമ്മൾ കുറഞ്ഞ 3-4 വർഷമുള്ളതിലും 20-25 വർഷമായി ജയിലിൽ കഴിയുന്ന ആളുകളുണ്ട്, ജാമ്യം പോലും കിട്ടാതെ കഴിയുന്ന ആളുകൾ. ഈ ആളുകളൊക്കെ നമ്മൾ എല്ലാ സെല്ലുകളിലും കൊണ്ട് എല്ലാ ബ്ലോക്കുകളിലും ഒരു ബോക്സ് സ്ഥാപിച്ചിട്ട് ആ ബോക്സിൽ എന്ത് ചെയ്യുക, ഈ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാനൊക്കെ പാട്ടൊക്കെ വരികയല്ലേ, ഇതുപോലെ ഒരു ചെറിയ നമ്പർ അവർക്കൊരു ആശ്വാസത്തിന് വേണ്ടി. അപ്പോൾ ഇന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്, ഒരു പാട്ട് വെക്കണം എന്നൊക്കെ പറയും. ബോക്സിൽ ഇവരെ കൊണ്ട് ഇടിയിക്കുക, അങ്ങനെ ഒന്ന് ലൈവ് ആക്കുക മനുഷ്യന്മാരെ. അത് സക്സസ് ആയിരുന്നു. കേരള പ്രസിഡന്റിൻ്റെ ചരിത്രത്തിൽ അവർ വലിയൊരു ആഘോഷമായി. അത് ഉദ്യോഗസ്ഥന്മാരുടെ മികവായിട്ടാണല്ലോ പലപ്പോഴും പറയുക. ഏതായാലും നമ്മളങ്ങനെ ഒരു ആക്ടിവിറ്റി ഏർപ്പെട്ടു. പിന്നെ മാത്രമല്ല നമ്മുടെ ഒരു ഫ്രീഡം മെലഡി മ്യൂസിക് ബാൻഡ് എന്നുള്ള നിലയിൽ ഒരു 3 മണിക്കൂർ നീളുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ജയിലിൽ സെറ്റ് ചെയ്തു. നമ്മളെന്ന് പറയാം നമ്മൾ ഉൾപ്പെടുന്ന തടവുകാരൊക്കെ കൂടി സെറ്റ് ചെയ്തു. അതിൽ അവതാരകനായിരുന്നു എൻ്റെ പണി. അപ്പോൾ 3 മണിക്കൂർ പ്രോഗ്രാം ആ വർഷം ജയിൽ DGP ശ്രീലേഖയായിരുന്നു. ഈ ശ്രീലേഖ മാഡത്തിനോട് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു. ഈ പ്രോഗ്രാം 3 മണിക്കൂർ 2-3 പരിപാടി നമ്മൾ സക്സസ് ആയപ്പോൾ അവർക്ക് റിക്വസ്റ്റ് കൊടുത്തു, സൂപ്രണ്ടിന് റിക്വസ്റ്റ് കൊടുത്തു, നമുക്ക് മറ്റ് ജയിലുകളിൽ പരിപാടി അവതരിപ്പിക്കാൻ അവസരം കിട്ടണമെന്ന് ആവശ്യപ്പെട്ട്, ഒരാഗ്രഹം നൽകാൻ നമ്മൾ ആവശ്യപ്പെട്ടു. അങ്ങനെ സംസ്ഥാനത്തെ ജയിലിലെ ഇത് ട്രൂപ്പായിട്ട് നമ്മളെ അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വർഷം ജയിൽ മേധാവി ഒരു ഉത്തരവിറക്കി. വിയൂർ സെൻട്രൽ ജയിലിൻ്റെ പരിസരത്തുള്ള ജയിലുകളിൽ ഈ വർഷത്തെ ഓണാഘോഷത്തിന് ഫ്രീഡം മെലഡി മ്യൂസിക് ബാൻഡിൻ്റെ പരിപാടി നടത്താൻ നിർദ്ദേശം കൊടുത്തു. അങ്ങനെ നമ്മൾ ജയിലുകളിലേക്കൊക്കെ പോയി പരിപാടി നടത്തി. പത്രങ്ങളിലൊക്കെ ഒരു വാർത്തയായിരുന്നു അന്ന്. അത് നമുക്ക് ഈ വാർത്തകളൊക്കെ ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ പത്രങ്ങളിലൊക്കെ വാർത്തയായി. ആ സമയത്ത് ഈ ജയിൽ അനുഭവങ്ങളിൽ തന്നെ വല്ലാതെ വൈകാരികമായി അനുഭവിച്ച ചില സംഗതികളുണ്ട്. ഒന്ന്, ഈ തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂരിലേക്കുള്ള ട്രെയിൻ പോകുന്ന ശബ്ദം നേരം വെളുക്കാറാകുമ്പോൾ കടകടകടാന്ന് കേൾക്കും. നമ്മൾ ഈ യാത്രക്കാരാണല്ലോ, നിരന്തരമായി യാത്ര ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് അതൊരു വലിയൊരു ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിരുന്നു. അതിനേക്കാൾ വലിയ ഫീലിംഗ് ഈ C ബ്ലോക്കിലാണ് ഞാൻ ജയിലിൽ കിടന്നത്. നിങ്ങൾക്ക് C ബ്ലോക്ക് എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ട് C ബ്ലോക്കിലാണ് കിടന്നത് ഞാൻ. അതിൻ്റെ തൊട്ടപ്പുറത്ത് D ബ്ലോക്ക്, അത് കഴിഞ്ഞ് വനിതാ ജയിൽ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വിയൂർ ജയിലിൻ്റെ ഒരു ഘടന. അപ്പോൾ ഈ നമ്മൾ ഈ തഹജ്ജുദിൻ്റെ ഒക്കെ നേരം ആകുമ്പോൾ ഒരു 4 മണി ഒക്കെ കഴിയുന്ന നേരത്ത് ഈ വനിതാ ജയിലിൽ നിന്നൊരു കുട്ടി കരയും. ഒരു കുട്ടിയുടെ കരച്ചിൽ ഒച്ചത്തിൽ കേൾക്കാം. അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ 1.5 വയസ്സുള്ള മോളെ തൊട്ടിലാട്ടി ഞാൻ ആട്ടിയാലേ അവൾ ഉറങ്ങുള്ളായിരുന്നു. അപ്പോൾ അവളുടെ മുഖമാണ് ഇപ്പോൾ എനിക്കിത് സന്തോഷം ചിരിയൊക്കെ വരുന്നുണ്ടെങ്കിലും അതെനിക്ക് വലിയൊരു പ്രശ്നമായിരുന്നു. ഈ 4 മണി നേരത്ത് എൻ്റെ മോളുടെ കരച്ചിലാണ് ഞാൻ അവിടെ കേൾക്കുക. ആ കരച്ചിൽ, അങ്ങനെ ആ കരച്ചിൽ കേട്ടാണ് ഞാൻ ഉറങ്ങി എണീക്കുന്നത്. പിന്നീട് ഞാൻ വനിതാ ജയിലിൽ ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകുമ്പോൾ അവരോട് ഞാൻ ആ സദസ്സിനോട് അത് പറയുകയൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഒരു വലിയൊരു വൈകാരികമായ ഒരു അനുഭവമായിരുന്നു ആ കുട്ടിയുടെ കരച്ചിൽ. വനിതാ ജയിലിൽ അമ്മമാരോടൊപ്പം ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ കൂടി പാർപ്പിക്കാനുള്ള സംവിധാനം വനിതാ ജയിലുകളിലുണ്ട്. അപ്പോൾ ആ ഒരു കരച്ചിലൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാക്കിയ വലിയ വലിയ വേദനകൾ നമ്മുടെ മനസ്സിലുണ്ട്. അതോടൊപ്പം എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പ്രസംഗിച്ചതിൻ്റെ പേരിലാണല്ലോ. പ്രസംഗമായിരുന്നു നമ്മുടെ ശിക്ഷ, വേറെ നമ്മുടെ കുറ്റവും നമുക്കില്ല. പക്ഷേ ജയിലിലെത്തിയപ്പോൾ ഇങ്ങനെ ജയിലിലെ തടവുകാർ ജുമാ കുത്തുബയ്ക്ക് പ്രസംഗിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ജുമാ നിങ്ങൾ നടത്തണമെന്ന്. ആദ്യമൊക്കെ ഞാൻ മടി കാണിച്ചെങ്കിലും പിന്നെ 3 വർഷം ആ പള്ളിയിലെ ഹത്തീവായിരുന്നു സെൻട്രൽ ജയിലിലെ. ഹത്തീബ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ ജീവിതത്തിലെ അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഫത്വ ചോദിക്കാൻ വേണ്ടി ചിലപ്പം അന്ന് ജയിലിലുണ്ടായിരുന്ന ആളുകൾ എന്നെ വിളിക്കാറുണ്ട്, ഇപ്പോൾ പോലും വിളിക്കാറുണ്ട്. അപ്പോൾ അവിടുത്തെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്നു ആ നിലയ്ക്ക്. അങ്ങനെ ജയിലിലെ ഖുത്തുബ, ജയിലിലന്ന് ഷെഫീഖ് ഷാ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഖുത്തുബയ്ക്ക് വരുമായിരുന്നു. അപ്പോൾ നമ്മളകത്തുള്ളത് കൊണ്ട് അദ്ദേഹം നമുക്ക് മുമ്പേ പരിചയമുള്ള ഒരാളെന്നുള്ളതൊക്കെ അദ്ദേഹം മാറി നിൽക്കും. അദ്ദേഹം പറയും നിങ്ങൾ ഉണ്ടല്ലോ, നിങ്ങൾ ഖുത്തുബ പറയും. അപ്പോൾ നമ്മൾ ഖുത്തുബ പറയുമ്പോൾ ഒരു വലിയ ഗുണം എന്ന് പറയുന്നത്, ജയിലിലെ ആഴ്ചയുള്ള പ്രശ്നങ്ങൾ
എന്തൊക്കെയാണ് തടവുകാരാണല്ലോ, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. കഞ്ചാവ് ലഹരി മാഫിയയിൽ പെടുന്നവരുണ്ടാവും. ആ പ്രശ്നങ്ങളിലൊക്കെ നമുക്ക് നേർക്കുനേരെ ഇടപെടാനും അത്തരം വിഷയങ്ങൾ അവരോട് പറയാനും ഒക്കെ നമുക്ക് സാധിച്ചിരുന്നതാണ്. ഒന്ന് രണ്ട് ജയിലനുഭവങ്ങൾ പങ്കുവച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ ജയിൽ കാലത്ത് ആദ്യത്തെ എത്തിയ വർഷത്തെ റമദാനിൽ നമ്മൾ എന്ത് ചെയ്ത്, തടവുകാരിങ്ങനെ കുറേ തടവുകാർ ഒന്നിച്ച് താമസിച്ച് നോമ്പെടുക്കാനുള്ള സൗകര്യമുണ്ട്. ഏതാണ്ട് 90 മുതൽ 110 വരെ തടവുകാരാണ് അന്ന് നോമ്പെടുത്തിരുന്നത് ജയിലിൽ. അപ്പോൾ ഇവരെ നമുക്ക് ഒരു മാസം, ഈ പള്ളിയിൽ ഒരു മാസം മനുഷ്യന്മാർ ഒന്നിച്ച് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? ഈ അവസ്ഥയിലാണ് ഏതാണ്ട് ഒരു 40-45 തടവുകാരെ നമുക്ക് ഒരു വലിയ ബ്ലോക്കിൽ ഒന്നിച്ച് കിട്ടും. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ ഹൽക്ക മീറ്റിംഗ് നടക്കും പോലെയാണ്. വൈകുന്നേരം ആയാൽ ലോക്കപ്പ് 5 മണിക്ക് ലോക്കപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 5:15 ഖുർആൻ ക്ലാസ് തുടങ്ങും, ഒരു 3/4 മണിക്കൂർ. അങ്ങനെ ഒരു മാസം കൊണ്ട് നമുക്ക് പറയാനുള്ളതെല്ലാം, നമുക്ക് ഈ ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറയാനും അതുവഴി അവരുടെ മാനസിക പരിവർത്തനത്തിനും നമുക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിരുന്നു. അപ്പം നമ്മളോട് ആ വർഷം ജയിൽ സൂപ്രണ്ട് പറഞ്ഞത്, ഈ വർഷം നിങ്ങൾക്ക് നോമ്പിന് ഞാൻ മതിയായ സൗകര്യം ചെയ്തു തരാം, പക്ഷേ ആ സൗകര്യങ്ങൾ 30 ദിവസത്തെ നോമ്പ് കഴിയുമ്പം അതിൻ്റെ അനുഭവം ഈ ജയിലിലെ മുഴുവൻ തടവുകാർക്കും ഉണ്ടാകണം എന്നാണ് പറഞ്ഞു. നമ്മളത് ഗ്യാരണ്ടി കൊടുത്ത് നമുക്കത് ഉണ്ടാക്കിയേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ കൂടെ കഴിയുന്നവരൊക്കെ നമ്മുടെ പരിശ്രമങ്ങളുണ്ടായി. ഏതായാലും അങ്ങനെ ഒരു അനുഭവം. അതുപോലെ ഒരനുഭവം ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു തടവുകാരൻ, അയാൾ ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട് ജയിലിൽ വന്ന ആളാണ്. ആ പള്ളിയിലൊന്നും വലിയ സംസ്കാരമൊന്നുമില്ല. പക്ഷേ അയാളുടെ ഉമ്മ മരിച്ചപ്പോൾ ഒരു ദിവസം പള്ളിയിലെ മൗലവി എന്ന് പറഞ്ഞാൽ എന്നോട് അയാൾ വന്ന് പറഞ്ഞു, എൻ്റെ ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇല്ല, പോകാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അപ്പം വ്യാഴാഴ്ചയാണ്, ഒരു വ്യാഴാഴ്ച ദിവസമാണ് ഇത് പറയുന്നത്. ഞാൻ പറയും നാളെ ജുമാ ദിവസമല്ലേ, ഉമ്മാക്ക് വേണ്ടി ഏതായാലും പള്ളിയിൽ മയ്യത്ത് നിസ്കാരം ഉണ്ടാവും, ഉമ്മാക്ക് വേണ്ടി ദുആയും ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ വെറുതെ നമ്മളോട് പറയുന്ന ഒരാളിന് നമുക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിലേക്കാണ് നമ്മൾ ചെയ്തത്. പക്ഷേ ജീവിതത്തിൽ ആദ്യമായി അയാൾ, വർഷങ്ങളായി ജയിലിൽ കിടക്കുന്ന ആളെങ്കിലും ആദ്യമായി അയാളെന്ന് പള്ളിയിൽ വന്നു ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ. ഏതായാലും പിന്നീട് അദ്ദേഹം ഖുർആൻ പഠിക്കാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങി, നിസ്കാരം ഒഴിവാക്കാതെയായി. അങ്ങനെ ഒരിക്കൽ മകൻ, ഇങ്ങനെ മനുഷ്യൻ മോശമാണെങ്കിലും മക്കളെ നന്നാവണമെന്നാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുക. ആ മകനെ ഓതാൻ വിട്ടിരിക്കുകയായിരുന്നു വാപ്പ. അപ്പോൾ ആ മകൻ ഒരു ദിവസം കാണാൻ വരുന്ന ദിവസം ഈ വാപ്പ എന്നോട് പറഞ്ഞ്, റാസിക്കും കൂടെ ഉസ്താദും കൂടെ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് കൂടെ പോയി വാപ്പാനെ കുറിച്ച് നല്ലതൊക്കെ മകനോട് പറഞ്ഞു. അപ്പം ആ മകൻ എൻ്റെ അടുത്തൊരു നിർദ്ദേശം പറഞ്ഞ്, വാപ്പ ഖുർആൻ ഒരു വട്ടം ഓതി പൂർത്തിയാക്കിയാൽ ഞാൻ വാപ്പാനെ ജാമ്യത്തിൽ ഇറക്കാം എന്ന് ഈ മകൻ പറഞ്ഞു. അപ്പം ജാമ്യത്തിൽ ഇറക്കാതെ മക്കളിങ്ങനെ നിൽക്കുകയായിരുന്നു. ഏതായാലും അദ്ദേഹം ഖുർആൻ വായന, തഫ്സീർ വായനയായി അദ്ദേഹം തുടങ്ങി. അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഞാൻ ജയിലിൽ നിന്നൊക്കെ പുറത്തു വരുന്നത്. പിന്നീട് ജയിലിൻ്റെ മാനസികാവസ്ഥയാണ്, എന്താണ് പിന്നെ സംഭവിക്കാമെന്ന് അറിയില്ല. ഏതായാലും 2019 അവസാനം കേരള ഹൈക്കോടതി, 2019 ഏപ്രിൽ മാസം കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ഷെഫീഖിൻ്റെയും അതുപോലെ ജസ്റ്റിസ് ഷെഫീഖും വേറൊരു ജഡ്ജിയും കൂടെ, അശോക് മേനോൻ ഉൾപ്പെടുന്ന ബെഞ്ച് ഞങ്ങളെ കേസിൽ നിന്ന് കുറ്റമുക്തരാക്കി. ഈ കേസിൽ നിന്ന് കുറ്റമുക്തരാക്കുമ്പോൾ ഹൈക്കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, പാനായിക്കുളം കേസിൻ്റെ കാര്യത്തിൽ വിചാരണ കോടതി പക്ഷപാതപരമായാണ് പെരുമാറിയത്. ഇത് കോടതി വിധിയിലുള്ള സംഗതികളാട്ടോ. തികച്ചും പക്ഷപാതപരമായാണ് ഇവരോട് പെരുമാറിയത്. കോടതിയിൽ ഹാജരാക്കിയ രേഖകൾ വേണ്ട വിധം പരിശോധിച്ചിരുന്നില്ല. നിരോധിത സംഘടനയിൽ അംഗമാണ് എന്ന ആരോപണം തെളിയിക്കാൻ പോലീസിനായില്ല. ഇവർ ഹാജരാക്കിയ ഡോക്യുമെൻറ്റുകൾ നിരോധനത്തിന് ശേഷം പ്രിൻ്റ് ചെയ്തതാണ് എന്നതിനും തെളിവില്ല. ഇങ്ങനെ പ്രോസിക്യൂഷൻ്റെ മുഴുവൻ സംഗതിയെ മാത്രമല്ല, NIA കോടതിയുടെ വിചാരണയ്ക്കിരുന്ന ജഡ്ജിയെ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ടാണ് ആ ഹൈക്കോടതി വിധി വന്നത്. ഈ വിധിക്കെതിരെയാണ് NIA അപ്പീൽ പോകുന്നത്. ആ വിധി കേരള ഹൈക്കോടതി ഒരു വിധിയിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി ജസ്റ്റിസ് BR ഗവായ് ഉൾപ്പെടുന്ന ബെഞ്ച് ഈ കേസിൽ ഞങ്ങളെ കുറ്റമുക്തരാക്കിയത്. ഇതാണ് പാനായിക്കുളം കേസിൻ്റെ ഏതാണ്ട് ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഈ കാലയളവിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരുപാട് ആളുകളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ കേസിൻ്റെ കാര്യത്തിലും അല്ലാത്ത കാര്യങ്ങൾക്ക് ഒരുപാട് മനുഷ്യന്മാരുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ദുആ കൊണ്ട് ഈ സംഭവത്തെ സൽക്കരിച്ച ആളുകൾ അസംഖ്യമാണ്. നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ആളുകൾ. കേരള സുപ്രീം കോടതി വിധി വന്ന ദിവസം ഒരു സുഹൃത്തിൻ്റെ മെസ്സേജ് ഫോണിൽ വന്നു, റാസിഖ് സാഹിബ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്നത്തെ സുബഹിക്ക് ഞാൻ ദുആ ചെയ്തിരുന്നു. അപ്പം 2019 നമ്മളെ വിട്ടതാണ്. 2023 സുപ്രീം കോടതി വിധി വരുമ്പം നമുക്കൊരു അസ്വാഭാവികത തോന്നുമല്ലോ. എന്താണ്
അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, കോടതിയിൽ നിന്ന് കേസുള്ളവരും അറിഞ്ഞിരുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, എന്നെ ഈ കോടതിയിൽ വിചാരണ തുടങ്ങിയ കാലം മുതൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തുടങ്ങിയ ദുആണ് ഞാൻ ഇന്നും നിർത്തിയിട്ടില്ല സാഹിബേ എന്ന് പറഞ്ഞു. സത്യത്തിൽ ഒരു വലിയൊരു അനുഭവമാണ് അതൊക്കെ അല്ലേ. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, എനിക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് എന്താണ് അല്ലേ. ഞാനൊരു അറിയപ്പെടുന്ന പ്രഭാഷകനല്ല, എഴുത്തുകാരനല്ല, ഏതെങ്കിലും ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ നേതൃപദവിയിലിരിക്കുന്ന ആളല്ല, വലിയൊരു ആക്ടിവിസ്റ്റൊന്നുമല്ല. എനിക്ക് ഈ മുസ്ലിം സമുദായം കൽപ്പിച്ചു തന്ന ഒരേ ഒരു ക്വാളിറ്റി, ഞാൻ ജയിലിൽ പോയി എന്നുള്ളതാണ്. അന്യായമായൊരു പ്രശ്നത്തിൻ്റെ പേരിൽ ഞാൻ ജയിലിൽ പോയി എന്നതാണ് മുസ്ലിം സമുദായം എനിക്ക് തന്ന ഒരേ ഒരു അംഗീകാരം, ഒരു വലിയൊരു അംഗീകാരം എന്ന് പറയുന്നത്. അതിനെ ചുവട് പിടിച്ച് തുടർന്ന് നാട്ടിലുണ്ടായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ഞാൻ ഈ നീതി നിഷേധിക്കപ്പെടുന്ന ഇടങ്ങളിൽ ഇടപെടാൻ കഴിയുന്നു എന്നതുകൊണ്ട് കൂടിയാണ് ഇന്നും ആ പ്രാർത്ഥനകൾ അവർ തുടരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും കാണുന്ന ആളോട് ഞാൻ പറയും, ആവശ്യം എൻ്റെ അത് കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കണമെന്ന് പറയുമ്പോൾ അവർ പറയുന്നത്, ഞാൻ എപ്പോഴും ഞങ്ങളെല്ലാം ദുആ ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്ന വഴിയിൽ കാണുന്ന സൗഹൃദം പെടുന്ന ആളുകളൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോടും ആവശ്യപ്പെടാനുള്ളതാണ്, ഈ പോരാട്ടം ഇവിടെ അവസാനിക്കേണ്ട പോരാട്ടമല്ല. പാനായിക്കുളം കേസ് അതിൻ്റെ ഏറ്റവും പീക്കിലെത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഷിബിരിയുടെയും ഷാദുടെയും അൻസാറിൻ്റെയൊക്കെ അവസ്ഥ, പ്രൊഫസർ പി കോയയുടെയും ഇ എ ബോക്കർ സാഹിബിൻ്റെയൊക്കെ അവസ്ഥ, ഹാനി ബാബുവിനെ പോലുള്ളവരുടെ അവസ്ഥ, രൂപേഷിൻ്റെയും ഷൈനയുടെ ഒക്കെ അവസ്ഥ, ആഴ്ചയിൽ 3 ദിവസം തമിഴ്നാട്ടിൽ കോടതിയിൽ ഹാജരാകുന്ന ഒരു സ്ത്രീയുടെ പോരാട്ട വീര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഷൈന സുപ്രീം കോടതി വിധി വന്ന അന്ന് പിറ്റേന്ന് രാവിലെ എന്നെ വിളിച്ചിരുന്നു. റാസിക്ക് നേരം കിട്ടാത്തതുകൊണ്ടാണ് വിളിക്കുന്നത്. ആഴ്ചയിൽ 3 ദിവസം തമിഴ്നാട്ടിലും 1 ദിവസം കേരളത്തിലും കോടതി പോക്കാണ് എൻ്റെ പണി എന്ന് പറയുന്ന ഈ മനുഷ്യന്മാരുടെയൊക്കെ അവസ്ഥ. കേരളത്തിൽ ജയിലിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ വലിയ സന്തോഷത്തോടെയാണ് പറയുന്നതെങ്കിലും ഷാദുരുടെയും ഷിബിരയുടെയൊക്കെ ജയിൽ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 24 മണിക്കൂറിൽ 3 മണിക്കൂറാണ് ഇപ്പോൾ ഇറക്കി വിടുന്നവരെ സെല്ലിൻ്റെ പുറത്തേക്ക്. നേരത്തെ അതും ഇല്ലായിരുന്നു. 24 മണിക്കൂറും ഏകാന്ത തടവിലാണ് അവർ കഴിയുന്നത്. ഇപ്പോൾ അവർക്ക് ഖുർആൻ കിട്ടുന്നുണ്ട്, നേരത്തെ അതുണ്ടായിരുന്നില്ല. ബ്രഷ് ചെയ്യാൻ, പല്ല് തേക്കാൻ ബ്രഷ് ഇല്ലായിരുന്നു. കഴിഞ്ഞ 6 വർഷമായി അവർക്ക് ബ്രഷ് ഇല്ലായിരുന്നു. അതിനവർ പറയുന്ന കാരണം സെല്ലിൻ്റെ താഴ് തുറന്ന് പല്ല് തേക്കുന്ന ബ്രഷ് കൊണ്ടേ തുറന്ന് ഇവർ ഇറങ്ങിപ്പോകുന്ന പറയുന്നത്. മർദ്ദനത്തിന് കയ്യും കണക്കുമില്ലായിരുന്നു. ഷാദുലി 2 വർഷം മുമ്പ് ഞാൻ ജയിലിൽ കാണാൻ പോകുമ്പോൾ ഷാദുലി പറഞ്ഞത്, മർദ്ദനം കിട്ടി ഇങ്ങനെ തളർന്ന അവശനായി സെല്ലിൽ പോയി കിടന്നുറങ്ങുമ്പോൾ റസൂലുള്ളാഹ് വന്ന് പതുക്കെ തഴുകി തലോടി സാരമില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന അനുഭവം ഷാദുലി പറയുമായിരുന്നു. അത് ഷാദുലിയുടെ മാത്രം അനുഭവമായിരുന്നല്ല. ഷാദുലി പറഞ്ഞത് ആ ജയിലിൽ കഴിയുന്ന ഈ UAPA കേസിൽ കിടക്കുന്ന മുഴുവൻ മനുഷ്യന്മാരുടെ അനുഭവമാണെന്നായിരുന്നു പറഞ്ഞത്. കഴിഞ്ഞ 2 വർഷത്തിലധികമായി അവർ എപ്പോഴും നിരാഹാരമാണ്, ഫൈറ്റ് ചെയ്യുകയാണ് അവർ ജയിലിൽ. അപ്പോൾ ഇത്തവണ പോയപ്പോൾ എങ്ങനെയെങ്കിലും ഈ നിരാഹാരം ഒന്ന് അവസാനിപ്പിച്ചോളൂ, ശാരീരികമായി വളരെ വീക്കാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ജയിലിൻ്റെ അകത്തൊരു അഭിമാനത്തോടെ തലപൊക്കി നിൽക്കുന്നത് ഈ നിരാഹാരത്തിന് ശേഷമാണെന്ന് അവർ പറഞ്ഞത്. തോൽപ്പിക്കാൻ കഴിയാലെന്ന് കണ്ടപ്പോഴാണ് അതോറിറ്റിയും തടവുകാരും ഇവരോട് സഹകരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ നിലയിലേക്കൊക്കെ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് സൈനുൽ ഗസാലിയുടെ ജയിലനുഭവങ്ങളൊക്കെ വായിക്കുന്ന അതേ മാനസികാവസ്ഥയോടുകൂടി കിടക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് നമ്മുടെ ജയിലുകളിൽ. മനുഷ്യാവകാശ പ്രവർത്തകർ ഇതിന് പുറമേയുണ്ട്. അപ്പോൾ ഇത്തരം ആളുകളുടെയൊക്കെ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ നിരന്തരമായ ശബ്ദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രതിസന്ധികൾക്കിടയിലും ഉയർത്തിക്കൊണ്ടുവരാനുള്ള താക്കത്ത് എനിക്കെപ്പോഴും ഉണ്ടാകാൻ നിങ്ങൾ ദുആ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഏതാണ്ട് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ കുറേ വർഷങ്ങളായി കേൾക്കുന്നതാണ്. പ്രത്യേകിച്ച് എനിക്ക് ഇത്രയേറെ വിസിബിലിറ്റി തന്ന സോളിഡാരിറ്റി പോലെ വേറൊരു സംഘടന ഇല്ല എന്ന് നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ചും 2019 ശേഷം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും അധികം പറഞ്ഞ വേദി എന്ന് പറയുന്നത് സോളിഡാരിറ്റിയുടെയും SCOയുടെയും ഫ്രട്ടേണിറ്റിയുടെയും GIയുടെയും വേദികളാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് നഹാസ്മാളെ പോലെ ഒരാളുടെ തീരുമാനം, ഞാനത് നാസ്ബായുടെ പേര് ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്, നിരന്തരമായി എന്നെ ഫോളോ ചെയ്യുകയും പറയണമെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ഒരാൾ നാസ്ബായാണ്. അതുപോലെ അതിന് കുറച്ചും കൂടെ മുമ്പെടുത്താൽ സാദിഖുള്ളിനെ പോലെയുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ കുട്ടി സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു, എന്തായെന്നറിയില്ല. ഏതായാലും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അള്ളാഹു ഉന്നതമായ ദർജകൾ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.